കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഈ കലിയുഗത്തില് ജീവിക്കുന്ന നമുക്ക് പല പല വിഷമങ്ങളിൽ നിന്നും കരകയറാനായിട്ട് പല പല മാർഗത്തിലൂടെയും നമ്മൾ സഞ്ചരിക്കും. എന്താണ് നമ്മുടെ വിഷമത്തിന് കാരണം എന്ന് അറിയാണ്ടാണ് സഞ്ചരിക്കുന്നത്. അത് പറഞ്ഞു തരാൻ ചില ദിക്കിലൊക്കെ ആളുകൾ ഉണ്ടാവും, പറഞ്ഞു തരാൻ അറിവുള്ളവര്. ഈ പറഞ്ഞു തരാൻ അറിവുള്ള ആൾക്ക് ആ പറഞ്ഞു തരുന്ന സമയത്ത് ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിലേ ആ പറയണത് നേരെയാവുള്ളൂ. ഈശ്വരാനുഗ്രഹം വേണം, ഇല്ലെങ്കിൽ പറയണത് നേരെയാവണമെന്നില്ല. മാത്രമല്ല, നല്ലത് പറഞ്ഞു തന്നാൽ തന്നെ ഈ കേൾക്കുന്ന ആൾക്ക് അത് മനസ്സിലാവും വേണം. അതിനെന്ത് വേണം? ഈ കേൾക്കുന്ന ആൾക്ക് ഈശ്വരാനുഗ്രഹം വേണം. നമ്മളൊരു രോഗം വരുമ്പോൾ ഡോക്ടറെ അടുത്ത് പോയാൽ ആ ഡോക്ടർക്ക് ഈശ്വരാനുഗ്രഹമുള്ള സമയത്താണെങ്കിൽ മാത്രമേ ആ ഡോക്ടർ തരുന്ന ചികിത്സ മരുന്ന് ഫലിക്കുള്ളൂ. മാത്രമല്ല, ഈ രോഗിക്കും ഈശ്വരാനുഗ്രഹമുള്ള സമയമാവണം. ഇല്ലെങ്കിൽ അതെ, ഞാൻ കുറെ ആയി മരുന്ന് കഴിക്കണം, കുറെ കാലമായിട്ട് ഞാൻ ആ ഡോക്ടറുടെ പേഷ്യന്റാ, 2 കൊല്ലമായി 3 കൊല്ലമായി കുറെ ഡോക്ടറെ അടുത്ത്. ഇത് രോഗം മാറുന്നില്ല വെച്ചാൽ അവിടെ നിർത്തണമെന്നാ. കാരണം എന്താ? ആ ഡോക്ടർക്കും ഈശ്വരാനുഗ്രഹം പൂർണ്ണമായിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ചികിത്സിക്കുന്ന ഈ രോഗിക്കും ഈശ്വരാനുഗ്രഹം പൂർണ്ണമായിട്ടില്ല. 2 പേർക്കും ഈശ്വരാനുഗ്രഹം പൂർണ്ണമായിച്ച രോഗം പെട്ടെന്ന് മാറണ്ടേ? ഡോക്ടർമാരെ മാറി നോക്കുക. അത് മാറ്റാൻ പാടില്ല, ഒരേ ഡോക്ടറിനാ വേണം. എന്താ, ഏത് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാലും കാശ് കൊടുക്കാണ്ട് ആരും ചികിത്സിക്കില്ലല്ലോ. അവര് കാശിന് വേണ്ടി തന്നെയാണ് ചികിത്സിക്കണത്. ചിലര് മാത്രം ഉണ്ടാവും കുറെ കാശ് വാങ്ങുമ്പോ കുറച്ച് ആളുകൾക്ക് സൗജന്യമായിട്ട്. ആഴ്ചയില് 6 ദിവസം ശമ്പളം വാങ്ങിയിട്ട് ഫീസ് വാങ്ങിയിട്ടുള്ള ചികിത്സയാണെങ്കിൽ 1 ദിവസം ഫ്രീ ആയിട്ടുള്ള ചികിത്സ. അങ്ങനെ ചില നല്ല ഡോക്ടർമാരുണ്ടാവും, എല്ലാവരും ഒന്നും ഇല്ല കേട്ടോ, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. കാശ് വാങ്ങിയിട്ട് 6 ദിവസം ജോലി ചെയ്യുമ്പോൾ 1 ദിവസമെങ്കിലും നമ്മള് കാശ് വാങ്ങാണ്ട് ജോലി ചെയ്യണം. കാരണം ഈ കാശ് വാങ്ങുമ്പോ അവരുടെ ദുരിതമാണ് ഈ വാങ്ങണത്. ദുരിതമല്ലേ അവര് രോഗമായിട്ട് അനുഭവിക്കണത്. ഏത് ജോലിയായാലും അതെ. അധ്യാപകരാണെങ്കിൽ സ്കൂളില് തിങ്കളാഴ്ച മുതല് വെള്ളിയാഴ്ച വരെ കാശ് വാങ്ങിയിട്ട് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച വീട്ടിന്റെ പരിസരത്തുള്ള കുറച്ച് കുട്ടികൾക്കെങ്കിലും സൗജന്യമായിട്ട് ഒരു ട്യൂഷൻ എടുത്ത് കൊടുക്കണം. ഫീസ് വാങ്ങിയിട്ടല്ല, അത് കുറെ ഉണ്ടാവും, സൗജന്യമായിട്ട്. കാരണം സമ്പത്ത് ആഗ്രഹിച്ച് ചെയ്യുമ്പോ സമ്പത്ത് ആഗ്രഹിക്കാണ്ട് കുറച്ചെങ്കിലും ചെയ്യണം. എല്ലാ ദിവസവും കാണുന്നില്ല, ആഴ്ചയിൽ 1 ദിവസത്തില് അല്ലെ. ഓരോ കാര്യങ്ങള് അനൗജ് ചെയ്യുമ്പോ അനൗജ് ദിക്കില് ഇപ്പൊ സപ്താഹം ഇതുപോലെ ദക്ഷിണ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നടത്തുമ്പോ കൊല്ലത്തില് 1-2 സപ്താഹങ്ങളൊക്കെ സമർപ്പണമായിട്ട് ഉപാസനയായിട്ട് നടത്തണം. അങ്ങനെ നടത്തുന്നുണ്ട്. അങ്ങനെ നടത്തുകൊണ്ടാണ് നമുക്കിപ്പോഴും ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ഭാഗവതോട്ട് സഞ്ചരിക്കാൻ പറ്റുന്നത്. എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നവരും അതെ, ഏത് കർമ്മം ചെയ്യുന്നവരും ആ ഒരു ഉപാസന അത് ചെയ്യണം, സമർപ്പണമായിട്ട് ചെയ്യണം. ഒന്നും പ്രതിപക്ഷിക്കാണ്ടായിട്ടുള്ള കർമ്മങ്ങള് നടക്കണം. അത് അവരവന് ഇഷ്ടമുള്ളവർക്ക് ചെയ്തോളാം, ഇഷ്ടമുള്ള ദിക്കിൽ ചെയ്യാം, എവിടെ വേണമെന്നൊന്നുമില്ല. നമ്മളിപ്പോ വർഷം തോറും പൂന്താനം ഇല്ലത്ത്, പൂന്താനത്തിന്റെ ആ ഒരു ഇല്ലത്ത് എല്ലാ വർഷവും കുംഭത്തിലെ അശ്വതിക്ക് പൂന്താന ദിനത്തിന് കഴിയാത്തക്കോണം ആ ഇല്ലത്ത് 4 കെട്ടിലിരുന്നു കൊണ്ട് ഭാഗവത ആ ഉപാസന നടത്തണം. നമ്മളൊരു ഉപാസന കൂടെയാണ്. കാരണം താമസിക്കുന്ന ഒരു 10-20 കിലോമീറ്റർ ദൂരെയുണ്ട് പൂന്താനം ഇല്ലത്തേക്ക്. അവിടെ പവിത്രമായിട്ടുള്ള ആ ഒരു സ്ഥലം ഇന്നും അതുപോലെ ആ ഇല്ലം അവിടെ ഉണ്ട്. ആർക്ക് വേണമെങ്കിലും വരാം, പങ്കെടുക്കാം, കേൾക്കാം. വികാരത്തിന് അനുഗ്രഹമുണ്ട്. കർമ്മം അങ്ങനെ ചെയ്യുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതുപോലെ ചെയ്യണം എന്ന് പറയാനുള്ള ഒരു പറയാൻ സാധിക്കുന്നത്. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഏത് കർമ്മങ്ങളായാലും, പൂജാതി കർമ്മങ്ങളായാലും, അതുപോലെ ഇപ്പൊ കച്ചവടമായാലും, കട നടത്തുകയാണ്, കച്ചവടം നടത്തുകയാണ്, അവിടെ ഇപ്പൊ സൗജന്യമായിട്ട് കൊടുക്കാൻ പറ്റും. അത് ഞായറാഴ്ച അവിടെ വരുന്നവർക്കൊക്കെ സൗജന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച അവിടെ സാധനമൊക്കെ എല്ലാം കാര്യവും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാം, പല പല ആളുകൾക്ക് ഇങ്ങനെ
കാശ് വാങ്ങിയിട്ട് വ്യാപാരം ചെയ്യുന്ന കൂട്ടത്തില് ഏതെങ്കിലും സാമ്പത്തികമായിട്ട് തീരെ ഇല്ലാത്ത ഭവനത്തിലേക്ക് ഒരു മാസത്തേക്ക് വേണ്ടപ്പെട്ട സാധനങ്ങൾ ഒരു മാസത്തില് ഒരു വീട്ടിലേക്ക് കൊടുത്താൽ മതി. ഏതെങ്കിലും സാധുവായിട്ടുള്ള വീടുകളിലേക്ക് അങ്ങനെ സാധനങ്ങളെ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ സൗജന്യമായിട്ട് എത്തിക്കുക കേട്ടോ. അങ്ങനെ എത്തിച്ചു കൊടുക്കുക. നീ അവിടെ വന്ന് കൊടുക്കുമ്പോൾ കാശ് അങ്ങനെ വാങ്ങാനോ ഇല്ലാന്നുണ്ടെങ്കിൽ എത്തിച്ചു കൊടുക്കുക. വസ്ത്രം കൊടുക്കുന്നവരാണെങ്കിൽ, വസ്ത്രക്കടയുള്ളവരാണെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിലേക്ക് ഒന്ന് രണ്ട് ഓരോരുത്തർക്കും ഓരോ ജോലി വസ്ത്രമെങ്കിലും ഒരു കുടുംബത്തിലെ സാധു കുടുംബങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന മറ്റ് കർമ്മങ്ങളിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ, എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ആ ദോഷങ്ങളൊക്കെ മാറിക്കോളും. ഇതുപോലെയുള്ള പുണ്യകർമ്മങ്ങൾ അപ്പുറത്ത് ചെയ്യുമ്പോൾ മനസ്സിന് സമാധാനം ഉണ്ടാവും എന്നർത്ഥം. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യലാണ് പുണ്യം. പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യലാണ് പുണ്യം, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കലാണ് പാപം. 18 പുരാണങ്ങളെ കൊണ്ടും വേദവ്യാസ മഹർഷി ലോകത്തിന് കൊടുക്കാൻ ആഗ്രഹിച്ച സന്ദേശം ഇതാണ്. നമ്മൾക്ക് പല പല ആഗ്രഹങ്ങളും ഉണ്ട്. ആഗ്രഹങ്ങളുടെ പിന്നാലെ പോയിട്ട് പല ആഗ്രഹങ്ങളും നമ്മൾ സാധിക്കണോ, പല ആഗ്രഹങ്ങളും നമുക്ക് ഇനിയും സാധിക്കാൻ ബാക്കിയുണ്ട്. പല ആഗ്രഹങ്ങൾ സാധിക്കുമ്പോഴും അത് സാധിച്ചിട്ടും പൂർണ്ണമായിട്ട് ഒരു തൃപ്തി വരുന്നില്ല. ഇവിടെ കപിലവാസുദേവന്റെ അമ്മയായിട്ടുള്ള ദേവഹൂതി മാതാവ് 100 കൊല്ലം മധുവിധ സുഖം അനുഭവിച്ചു. വിമാനത്തിൽ യാത്ര ചെയ്തു, ദേവോദ്യാനങ്ങളൊക്കെ സഞ്ചരിച്ചു, എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് പെൺകുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞു പോയി, ഭർത്താവ് തപസ്സിനും പോയി. ഇപ്പോ അടുത്ത് 5 വയസ്സുള്ള ഉണ്ണി കപിലവാസുദേവൻ മാത്രമേ ഉള്ളൂ. ഈ ഉണ്ണി മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോ ഇതുവരെ താൻ അനുഭവിച്ച സുഖങ്ങളൊക്കെ താൽക്കാലികമാണ് എന്ന് ബോധ്യം വന്ന് ആ അമ്മ ഉണ്ണിയോട് ചോദിച്ചു, നിറവീണ്ണാം നിതരാം ഭൂമൻ അസത് ഇന്ദ്രിയ ദർശനാം. ഉണ്ണി ഈശ്വരനാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. 10ാമതായിട്ട് ഭഗവാൻ തന്നെ അവതരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈശ്വരനായിരിക്കുന്ന ഉണ്ണിയോട് ഞാന് എന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ എന്ന് ചോദിക്കുക. എന്താ അമ്മേ ചോദിച്ചു. ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിച്ച സുഖം മുഴുവൻ അസത്തുക്കളാണ്, സത്യമല്ല, എന്നുമുള്ളതല്ല. കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾ എന്നും കണ്ണിന് മുമ്പിൽ ഉണ്ടാവില്ല. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, അതെല്ലാം നമ്മുടെ കണ്ണിന് മുമ്പിലുണ്ടോ? ചെവി കൊണ്ട് കേട്ടതൊന്നും എപ്പോഴും ഇല്ലേ, നല്ല പാട്ട് കേൾക്കുമ്പോ സുഖമാണ് എന്ന് വിചാരിച്ച് ആ പാട്ട് എപ്പോഴും നമ്മുടെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക, അതില്ല. അതൊന്ന് കേട്ടപ്പോ സുഖമായി. പല പല കാഴ്ചകളും കണ്ടിട്ടുണ്ടാവും. ടൂർ പോണ സമയത്തും അല്ലെങ്കിൽ പല പല യാത്ര ചെയ്യുന്ന സമയത്തും പല പല കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവും. ആ കാഴ്ചകളൊക്കെ നമുക്ക് ഇന്നും സുഖം തരുക. ഇന്ന് വല്ലാണ്ട് സങ്കടം വന്നു. ആ സങ്കടം വന്നപ്പോ അന്ന് കണ്ട കാഴ്ച അല്ലെങ്കിൽ പണ്ട് കേട്ട പാട്ട് ഓർത്താൽ സങ്കടം മാറും. ഒരു പാട്ട് ഓർത്ത് കഴിഞ്ഞാൽ എങ്ങനെ സങ്കടം മാറുക? ഇന്ന് വിശക്കണ സമയത്ത് ഇന്നലെ ഊണ് കഴിച്ചത് ഓർത്ത് കഴിഞ്ഞാൽ വിഷു മാറുക. ഇന്നത്തെ വിഷു പറഞ്ഞതിന് ഇന്ന് തന്നെ ഊണ് കഴിക്കണം. അപ്പൊ ഇന്നലെ ഊണ് കഴിച്ചതോ അതിന്റെ സുഖം ഇന്നലെ ഉള്ളൂ, ഇന്നേക്കില്ല. ഭക്ഷണം കഴിച്ചാൽ അതിന്റെ സുഖം 2-3 മണിക്കൂർ, പരമാവധി 4 മണിക്കൂർ ഉണ്ടാവും. അത്രേ ഉള്ളൂ. രാവിലെ ഭക്ഷണം കഴിച്ചതാണെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും അല്ല എപ്പോഴാ ഭക്ഷണം ആവുക? രാവിലെ ഭക്ഷണം കഴിച്ചത്, അത് രാവിലെ കഴിച്ചു. ഇനിയിപ്പോ ഉച്ചയ്ക്ക് ഭക്ഷണം വേണോ? അത് വേണം. രാവിലെ കഴിച്ചതിന്റെ ഫലമൊക്കെ ഉച്ചയാകുമ്പോഴേക്കും ഇല്ലാണ്ടേ, ഉച്ചയ്ക്ക് കഴിച്ചതിന്റെ ഫലമൊക്കെ വൈകുന്നേരം ഇല്ലാണ്ടേ. വൈകുന്നേരം ചായ മാത്രമേ ഉള്ളൂ, അതിന്റെ കൂടെ എന്തെങ്കിലും ചെറിയ കടികൾ എന്തെങ്കിലും ഇല്ലേ? അപ്പൊ ഉച്ചയ്ക്ക് ചോറ് കൂട്ടാൻ ഉപ്പേരിയും പപ്പടവും കൂട്ടിട്ട് ഊണ് കഴിച്ചതല്ലേ, എന്നിട്ട് പിന്നെയും ചായയുടെ കൂടെ പലഹാരം വേണോ? അത് വേണം. എന്തേ ഉച്ചയ്ക്ക് കഴിച്ചതിന്റെ ഫലമൊക്കെ കഴിഞ്ഞു. രാത്രി കഴിക്കേണ്ട മുമ്പ് ഇടനേരത്ത് എന്തെങ്കിലും വേണം. രാത്രി എന്തെങ്കിലും ഭക്ഷണം വേണം. ഇന്നിപ്പോ 3 നേരം ഭക്ഷണം കഴിച്ചു അല്ലെ? ഉച്ചയ്ക്ക് വൈകുന്നേരം ചായയുടെ കൂടെ എന്തെങ്കിലും പലഹാരം കഴിച്ചു. ഇന്ന് 4 നേരം കഴിച്ചില്ലേ? അതുകൊണ്ട് ഇപ്പൊ നാളെ ഒന്നും വേണ്ടല്ലോ. അത് വേണം. നാളെ രാവിലെ വേണം. ഒരു 8 മണി 8:30 ആകുമ്പോഴേക്കും വേണം. എന്തേ? ഇന്ന് കഴിച്ചതിന്റെ ഫലമൊക്കെ പോയി. അപ്പോ
നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ സുഖം അനുഭവിക്കുന്നുണ്ട് കൊണ്ട് കാര്യമില്ല, അതിന് കുറച്ചു നേരെ സുഖമുള്ളൂ. കപിലവാസുദേവൻ അമ്മയോട് പറയുക, അമ്മേ എപ്പോഴും സുഖം തരുന്നതിനെ നമ്മൾ അനുഭവിക്കണം എന്ന് പറയുക. താൽക്കാലിക സുഖം തരുന്നതിനെ അല്ല അനുഭവിക്കേണ്ടത്. എപ്പോഴും സുഖം തരുന്നത് എന്താ? യോഗ ആധ്യാത്മിക പുംസാം മതോ നിശ്രേയസായമേ അത്യന്തോ പരതര്യത്ര ദുഃഖസ്യ സുഖസ്യ. അമ്മേ സുഖവും ദുഃഖവും ഇല്ലാത്ത ഒരവസ്ഥയുണ്ട്. സുഖവും ഇല്ല, ദുഃഖവും ഇല്ല, ഇത് രണ്ടും ഇല്ലാത്ത ഒരവസ്ഥ. അതാണ് സമാധാനം എന്ന് പറയുക. ആ സമാധാനത്തിന്റെ വർദ്ധിച്ച അവസ്ഥയാണ് ആനന്ദം എന്ന് പറയുക. സുഖമില്ല, ദുഃഖമില്ല, സമാധാനമായിട്ട്. ഒരു പ്രോഗ്രാം നടത്താൻ വേണ്ടി നമ്മൾ കുറച്ച് കാശൊക്കെ മാറ്റി വെച്ചു. പല ആൾക്കാരോട് കാശൊക്കെ ചോദിച്ചു, കാശ് കിട്ടി. ആ കാശ് കിട്ടിയിട്ട് പ്രോഗ്രാം കഴിഞ്ഞപ്പോ നഷ്ടമാണ് വന്നതെന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? ദുഃഖം ഉണ്ടാവുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് കാശ് നഷ്ടമായിട്ടോ പറഞ്ഞാൽ ദുഃഖമായിട്ട് മാറി. ഇതൊക്കെ കഴിഞ്ഞിട്ട് കാശ് കുറെ ബാക്കി വന്നു വിചാരിക്കുക. കുറെ കാശ് ബാക്കി, വിചാരിച്ചത്ര ചെലവൊന്നും വന്നില്ല, വരവ് ധാരാളം വരും ചെയ്തു. കുറെ പൈസ ബാക്കിയായാലോ അപ്പോഴും സുഖാണെന്ന് പറയാൻ പറ്റുമോ? സുഖാണെന്ന് പറയാൻ പറ്റില്ല. അത്രേ എന്താ, കുറെ കാശ് ബാക്കിയുണ്ട്, ഇനി ഇത് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ള ടെൻഷനാണ് അത്ര ഉണ്ടാവുക. എന്നാൽ വരവും ചെലവും ഒരുപോലെ ആയാലോ, 1 ലക്ഷം റുപ്യ വരവുണ്ടായി, 1 ലക്ഷത്തോളം റുപ്യ ചെലവും ഉണ്ടായി, ബാക്കി ഒന്നുമില്ല. അതാണ് സമാധാനം. കൂടുതൽ കുറവുമില്ലാത്ത ഒരവസ്ഥ. സമമായിട്ട് ഇതുപോലെ ആര് സമമായിട്ട് മാറണം? നമ്മളുടെ മനസ്സ് സമമാവണം. മനസ്സ് സമമായി നിൽക്കുന്ന അവസ്ഥയാണ് മനസ്സമാധാനം. മനസ്സിനെ സമമാക്കാൻ എന്താ വേണ്ടത്? അതിന് മനസ്സിൽ അസമത്വം ഉണ്ടാക്കുന്ന കാര്യങ്ങള് ഇല്ലാണ്ടാവണം. അസമത്വം ഇല്ലാണ്ടാക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാ? കാമ ക്രോധ ലോഭാദിവിർ മലൈ. കാമം ക്രോധം തുടങ്ങിയിട്ടുള്ള മാലിന്യങ്ങളാണ് നമ്മളുടെ മനസ്സിനെ അസമത്വം ഉണ്ടാക്കുന്നത്, അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. എന്തെങ്കിലും ഒരു വസ്തു വേണം എന്നുള്ള നിർബന്ധ ആഗ്രഹമാണത്രേ കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു കാറ് വാങ്ങണം എന്ന് ആഗ്രഹിച്ചു, അത് ആഗ്രഹമേ ആവുള്ളൂ. ആഗ്രഹം എന്നാ വാങ്ങാൻ പറ്റുക വെച്ചാൽ കാശ് കയ്യിൽ വരുമ്പോ വാങ്ങാം, അത് ആഗ്രഹം. പക്ഷേ ഒരു കാറ് വാങ്ങണം എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി ഓടി നടന്ന്, കാശുണ്ടാക്കാൻ വേണ്ടി ഓടി നടന്ന് എവിടുന്നെങ്കിലൊക്കെ കുറെ കടവും വാങ്ങിയിട്ട് എന്തായാലും ഈ കാറ് വേണം, അതിനു വേണ്ടി ഇപ്പൊ വീടിന്റെ കുറച്ച് പറമ്പ് പണം വെക്കേണ്ടി വന്നാലും തരക്കടില്ല എന്നൊക്കെ പറഞ്ഞ് ഓടി നടന്ന പല പല പ്രയത്നങ്ങൾ നടത്തി ടെൻഷൻ അടിച്ച് ആ കാര്യത്തിന്റെ പിന്നാലെ പോകുമ്പോ അത് കാമമായിട്ട് മാറും. ആ കാമം അത് ദോഷമാണ്. ആഗ്രഹിക്കാൻ കുഴപ്പമില്ല, പക്ഷെ അത് നമുക്ക് അർഹതയുള്ളപ്പോൾ കിട്ടട്ടെ എന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. അല്ലാണ്ട് അത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചുകൊണ്ട് ഓടി നടക്കുന്ന ഭാവം അത് ആ വസ്തുവിനോട് കാമം തോന്നുകൊണ്ടാണ്. അത് ദോഷം ഉണ്ടാക്കും നമ്മളെ. കാമം അത് സാധിച്ചിട്ടില്ലെങ്കിലോ ക്രോധം വരും. മൂന്നാമത്തെ ദോഷമാണ് ലോഭം, പിശുക്ക്. കൊടുക്കാനുള്ള മറ്റുള്ള കാര്യങ്ങൾക്ക് കൊടുക്കാനുള്ള മടി ആണ് ലോഭം. മതം, മത്സര്യം, ഇതൊക്കെ ദോഷങ്ങളാണ്. പിന്നെയോ അഹം മമ അഭിമാനോക്തൈർ കാമലോഭാദിർ മലൈ. ഞാനെന്നും എന്റേതെന്നും എന്നുള്ള ഭാവം അതും അപകടമാണ്. അതെ, ഞാൻ പറഞ്ഞതിന് കേട്ടാൽ മതി, ഞാനാണ് തീരുമാനിക്കാൻ, എന്നെ അനുസരിച്ചാൽ മതി എന്നുള്ള ഭാവം, ഞാൻ വിചാരിക്കണ പോലെ കാര്യങ്ങൾ നടക്കണം എന്നുള്ള ഭാവമാണ് ഞാൻ അഹം എന്ന ഭാവം. മമ എന്നുള്ള ഭാവം, എന്റേത് എന്നുള്ള ഭാവം, ഇത് എന്റേതാണ്, എന്നോട് ചോദിക്കാണ്ട് ഒരാൾ എടുക്കരുത് എന്നുള്ള ഭാവമാണ് മമ എന്നുള്ള ഭാവം. ഈ ഭാവങ്ങള് മനസ്സിൽ ബാധിച്ചിരിക്കുന്ന ദോഷമാണ്. ഈ ദോഷങ്ങള് ഇല്ലാണ്ടായാലേ മനസമാധാനാവുള്ളൂ. ഈ ദോഷങ്ങൾക്ക് പകരം എന്ത് വേണം അവിടെ? തിദിക്ഷവ കാരുണിക സുഹൃത സർവദേഹിനാം. തിദിക്ഷ, ത്യാഗം എന്ന ഭാവം വേണം. എനിക്ക് കിട്ടിയില്ലെങ്കിലും മറ്റുള്ളവർക്ക് കിട്ടട്ടെ എന്നുള്ള ഭാവം. തിദിക്ഷ, കരുണ, വിഷമിക്കുന്ന മറ്റുള്ളവരെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കാനുള്ള മനസ്സാണ് കരുണ.
സുഹൃത സർവദേഹിന, എല്ലാവരെയും സുഹൃത്തുക്കളായിട്ട് കാണുക. ഒരാളോടും ശത്രുതാഭാവം ഇല്ലാത്ത അവസ്ഥ. അജാത ശത്രുവ, ജനിച്ചവരാരും നമുക്ക് ശത്രുക്കളായിട്ടില്ല. എല്ലാവരും ഇതുപോലെ തന്നെ. വീട്ടിലേക്ക് ആര് കയറി വന്നാലും, ഒരു ഭിക്ഷക്കാരൻ കയറി വന്നാലും, ഒരു ഭരണാധികാരി കയറി വന്നാലും ഒരുപോലെ കാണാനുള്ള ഒരു ഭാവം. ഒരേപോലെ, വ്യത്യാസമൊന്നുമില്ല. എന്താ ഒരു വ്യത്യാസം? രണ്ടുപേരും മനുഷ്യൻ തന്നെയല്ലേ. ഭരണാധികാരി ആയാലും ഭിക്ഷക്കാരനായാലും മനുഷ്യനാണ്. രണ്ടുപേരുടെയും ശരീരത്തിന്റെ ഉള്ളിരിക്കുന്ന ജീവൻ ഒരുപോലെ തന്നെയാണ്. രണ്ടാളുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ശരീരം കൊണ്ട് ഉപയോഗമൊന്നുമില്ല, കൊണ്ടുപോയി കത്തിക്കാനേ പറ്റുള്ളൂ. രണ്ടുപേർക്കും വിശക്കുമ്പോൾ ഭക്ഷണം വേണം, രണ്ടുപേർക്കായാലും ദാഹിക്കുമ്പോൾ വെള്ളം വേണം, ഉറക്കം വരുമ്പോൾ കിടന്നുറങ്ങാൻ സ്ഥലം വേണം. ഒക്കെ ഒരുപോലെയല്ലേ. എന്താ വ്യത്യാസമുള്ളത്? ഒരുപോലെ എല്ലാവരെയും കാണാനുള്ള ഭാവം വേണം നമുക്ക് എന്ന് പറയണു. സജ്ജനങ്ങൾ അങ്ങനെയാണ്. സജ്ജനങ്ങൾക്ക് ബ്രാഹ്മണയെ പുൽക്കസേസ്തേനെ ബ്രഹ്മണ്യർക്കെ സ്ഫുലിംഗകെ അക്രൂരെ ക്രൂരകേജയോ സമുദ്ര പണ്ഡിതോ മത. ബ്രാഹ്മണനെ കണ്ടാലും ചണ്ടാളനെ കണ്ടാലും ഒരേപോലെയാവും സജ്ജനങ്ങൾക്ക്. വ്യത്യാസമൊന്നുമില്ല. ബ്രാഹ്മണനിലും ചണ്ടാളനിലും ഇരിക്കുന്ന ജീവൻ ഒന്ന് തന്നെയാണ്. ഒരേ ഭാവം തന്നെയാണ്. ഗംഗാനദിയില് തെളിഞ്ഞു കാണുന്ന സൂര്യനും മഴ പെയ്തിട്ട് റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന കളിവെള്ളത്തിൽ കാണുന്ന സൂര്യന്റെ ബിംബം ഒരേ സൂര്യന്റെ ബിംബം തന്നെയാണ് കാണുന്നത്. ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചാലും നദിയിലും സമുദ്രത്തിലും ഒക്കെ കാണുന്ന സൂര്യപ്രതിബിംബം ഒന്ന് തന്നെയാണ്. ഒരേ സൂര്യന്റെ പ്രതിബിംബം തന്നെയാണ്. ഇതുപോലെ ഓരോ ശരീരത്തിലും ഇരിക്കുന്ന ജീവൻ ഈശ്വരൻ തന്നെയാണ്. ഒരേ ഈശ്വരന്റെ ചൈതന്യമായ ജീവനാണ് ഓരോ ശരീരത്തിലും ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള മനസ്സ് വേണം, ത്യാഗമെന്ന മനസ്സ് വേണം, കരുണ വേണം. ഇതെങ്ങനെയാ ഉണ്ടാവുക? ഇതുണ്ടാവണമെങ്കിൽ അമ്മേ സദാം പ്രസംഗാൻ മമ വീര്യസംവിദോ ഭവന്തി കർണരസായന കഥ. എന്റെ കഥകൾ കേട്ടാ മതി. ഭഗവാന്റെ കഥകൾ കേൾക്കുക. ഭഗവാന്റെ കഥകൾ കേട്ട് ആ കഥകളിലൂടെ നമ്മളുടെ ഉള്ളിലേക്ക് നന്മ കയറി വരുന്ന പറയാ. നന്മ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ തിന്മയോട് കടക്ക് പുറത്ത് എന്ന് പറയേണ്ട ആവശ്യമില്ല. വെളിച്ചം വന്നാൽ പിന്നെ ഇരുട്ട് താനെ പോയിക്കോളും. നമ്മൾ അടച്ചിട്ട ഒരു മുറിയിലേക്ക് കയറിയിട്ട് അവിടെ ലൈറ്റ് ഇട്ടതിന് ശേഷം പറയതേ ഇവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ ബൾബ് കത്തിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ ഇരുട്ടിനെ പുറത്തേക്ക് പോവാട്ടോ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ലൈറ്റ് ഇടുന്നതോടുകൂടി അവിടെ ഇരുട്ട് ഇല്ലാണ്ടാവും. ഇല്ലാണ്ടാവുന്ന വെച്ചാൽ അത് പുറത്തേക്ക് പോവുകയാണോ ചെയ്യണത്? അതിവിടെ ഞാൻ കയറി വന്നപ്പോ ഇവിടെ നല്ല ഇരുട്ടായിരുന്നു. ലൈറ്റ് ഇട്ടപ്പോഴേ ഈ ഇരുട്ടൊക്കെ എങ്ങടാ പോയത്? വിട്ടിട്ട് പോയി നോക്ക്. എങ്ങനെ ഇറങ്ങിപ്പോയി? ഈ വഴിക്ക് ഇറങ്ങിപ്പോയി. ഇരുട്ട് എങ്ങടാ പോയതെന്ന് കാണാൻ പറ്റുമോ? വെളിച്ചം വന്നു കഴിഞ്ഞാൽ ഇരുട്ട് ഇല്ലാണ്ടാവുകയാണ് ചെയ്യുക. എങ്ങോട്ട് ഇറങ്ങി പോവുകയല്ല, പുറത്തേക്ക് പോകണമെന്നില്ല. ഇരുട്ട് ഇല്ലാണ്ടാവുക ചെയ്യുക. ഇതുപോലെ മനസ്സിലേക്ക് ഭഗവത് കഥകൾ കേൾക്കുമ്പോ മനസ്സിലേക്ക് നന്മ കയറി വരും. ആ സമയത്ത് കാമക്രോധ ലോഭ മോഹ മത മത്സര്യാദികളാവുന്ന ദോഷങ്ങള് ഇറങ്ങിപ്പോയിക്കോളും എന്ന് പറയാ. കുട്ടിക്കാലത്ത് തന്നെ ഭഗവാന്റെ കഥകൾ കേട്ട് വളരുന്നവർക്ക് മറ്റൊരാളെ ഉപദ്രവിക്കാൻ തോന്നില്ല. മറ്റൊരാളെ ഉപദ്രവിക്കാനുള്ള തോന്നലാണ് എന്ത്? ദോഷങ്ങള്. അത് തോന്നില്ല. മറ്റൊരാളെ ഉപദ്രവിക്കാൻ തോന്നുമ്പോ, ഒരു നായ എഴുതി പോകുമ്പോ നായയെ കല്ലെറിയാൻ പോകുമ്പോ അയ്യോ വേണ്ട, ഈ കല്ല് കൊണ്ടാ നായക്ക് വേദനിക്കില്ലേ എന്ന ചിന്ത വരും. ഒരു പൂച്ച അടുക്കളയിൽ കയറിയിട്ട് പാത്രം തട്ടിയിട്ട് പാല് കുടിക്കുമ്പോ ആ പൂച്ചയെ ഓടിക്കാൻ തോന്നില്ല. കാരണം എന്താ? ആ പൂച്ച കുടിച്ച പാല് പൂച്ചയെ ഓടിച്ചിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുമത്? പൂച്ച കുടിച്ചു ഓടുന്ന എനിക്ക് കുടിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് പൂച്ച കുടിച്ച പാല് പിന്നെ നമ്മളത് കുടിക്കില്ല. അത് കുടിച്ചോട്ടെ. തട്ടിയിട്ട് കുടിക്കാൻ തുടങ്ങിയാൽ പിന്നെ മുഴുവൻ കുടിച്ചോട്ടെ എന്ന് വിചാരിക്കും. കാരണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അത് പകുതി കുടിച്ചു കഴിഞ്ഞാൽ, പൂച്ച പകുതി കുടിച്ചു കഴിഞ്ഞാൽ അത് കുടിച്ചോട്ടെ എന്ന് വിചാരിക്കും. ഒരാളെയും ഉപദ്രവിക്കാൻ തോന്നില്ല നമുക്ക്. എങ്ങനെ? ഭഗവത് കഥകൾ കേട്ട് വളർന്ന ഒരാൾക്ക്. കാരണം ഭഗവത് കഥകൾ കേൾക്കുമ്പോ നന്മയാണ് ഉള്ളിലേക്ക് വരിക. അപ്പൊ തിന്മ ഉള്ളിലേക്ക് കയറില്ല. അപ്പൊ ഈശ്വരൻ ആരാണ്? ഈശ്വരനെ അറിയാൻ എന്തൊക്കെയാ മാർഗങ്ങള്? അതിന് പല പല മാർഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു. നമ്മുടെ ശരീരത്തില് 24 വസ്തുക്കളെ കൊണ്ടാണ് ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ 24 വസ്തുക്കളെ കൊണ്ട് ഉണ്ടാക്കിയ ശരീരത്തിന് സ്വയം പ്രവർത്തിക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞു. ഏതൊക്കെയാ 24 വസ്തുക്കൾ ശരീരം ഉണ്ടാക്കിയത്? ഭൂമി, വായു, ആകാശം, അഗ്നി, ജലം.
തുടങ്ങിയ പഞ്ചഭൂതങ്ങൾ 5 എണ്ണം. ഭൂമി, വായു, ആകാശം, അഗ്നി, ജലം. പിന്നെ ഈ പഞ്ചഭൂതങ്ങളുടെ സ്വഭാവമുണ്ട്: ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ശബ്ദം, ആകാശം എന്ന പഞ്ചഭൂതത്തിന്റെ സ്വഭാവമാണ് ശബ്ദം. വായുവിന്റെ സ്വഭാവമാണ് സ്പർശം. വെള്ളത്തിന്റെ സ്വഭാവമാണ് രസം. അഗ്നിയുടെ സ്വഭാവമാണ് രൂപം. ഭൂമിയുടെ സ്വഭാവമാണ് ഗന്ധം. ഇതൊക്കെ നമ്മൾ അറിയണതല്ലേ? ശബ്ദം നമ്മൾ കേൾക്കാറുണ്ട്, രൂപം നമ്മൾ കാണാറുണ്ട്. രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രുചിച്ചറിയുന്നതിനെയാണ് രസം എന്ന് പറയുക. കയ്പ്, മധുരം, എരിവ്, ഉപ്പ്, പുളി, ചവർപ്പ്. ഇതാണ് 6 രസങ്ങള്. നമ്മൾ അറിയാറുണ്ട്, രസം നമുക്ക് അറിയാറുണ്ട്. ഗന്ധം, വാസന നമ്മൾ അറിയാറുണ്ട്. രൂപം കാണാറുണ്ട്. അപ്പോ ഭൂമി, വായു, ആകാശം, അഗ്നി, ജലം തുടങ്ങിയ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ശരീരം നിർമ്മിച്ചിട്ടുള്ളത്. അതിന്റെ സ്വഭാവം ഈ ശരീരത്തിൽ കാണാം: ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. പിന്നെ 5 ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്. നമുക്ക് അറിവ് നേടാനുള്ള 5 ഇന്ദ്രിയങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്. 5 എണ്ണം. കണ്ണുകൊണ്ട് കണ്ടറിയുക, മൂക്ക് കൊണ്ട് വാസനിച്ചറിയുക, ചെവി കൊണ്ട് കേട്ടറിയുക, നാവ് കൊണ്ട് രുചിച്ചറിയുക, ത്വക്ക് കൊണ്ട് സ്പർശിച്ച് അറിയുക. അപ്പൊ തണുപ്പാണോ ചൂടാണോ എന്നുള്ളത് എങ്ങനെയാ അറിയാൻ പറ്റുക? അത് സ്പർശിച്ച് നോക്കുമ്പോഴാണ്, തൊട്ട് നോക്കുമ്പോഴാണ് അറിയുക. കയ്പാണോ, എരിവാണോ, പുളിയാണോ, ഉപ്പാണോ, ചവർപ്പാണോ, മധുരമാണോ എന്നുള്ളത് എങ്ങനെയാ അറിയുക? തൊട്ട് നോക്കി അറിയാൻ പറ്റുമോ? പായസത്തിൽ കൈ വെച്ച് നോക്കി കഴിഞ്ഞാൽ അതിന് മധുരം ഉണ്ടോ ഇല്ലയോ പറയാൻ പറ്റുമോ? അത് നാവിൽ വെച്ച് നോക്കണം, എന്നാലേ രുചി അറിയുള്ളൂ. വാസന അറിയാൻ കേട്ടുകൊണ്ട് കാര്യമുണ്ടോ? അത് മൂക്കുകൊണ്ട് വാസനിച്ച് നോക്കണം. ഇപ്പൊ ഫാന് കറങ്ങുന്നുണ്ട് എന്നുള്ളത് കണ്ടത് കൊണ്ട് നമുക്ക് വല്ല ഗുണമുണ്ടോ? ഇവിടെ ഒരു ഫാൻ ഇരിക്കുന്നുണ്ട്, ആ ഫാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, സുഖാട്ടോ? അല്ല, സുഖമുണ്ടോ? ആ ഫാന് കറങ്ങി അതിന്റെ കാറ്റ് നമ്മുടെ ശരീരത്തിൽ തട്ടുമ്പോഴേ നമുക്ക് അതിന്റെ ഗുണമുള്ളൂ. ആ ഫാൻ ഒന്നും ഇങ്ങോട്ട് തിരിച്ചു വെക്കൂ കേട്ടോ, അല്ലെങ്കിൽ ഫാനിന്റെ അടുത്ത് പോയിരിക്കട്ടെ. എന്തിനാത്? ആ വീടിനകത്ത് ഫാൻ ഇട്ടിട്ട് ഇവിടെ വന്നിരുന്നോ? ഫാൻ ഇട്ടുണ്ട്, ഫാൻ അവിട്ടോണ്ട് ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഫാനിന്റെ ചോട്ടിരിക്കണം. ആ കാറ്റ് നമ്മുടെ തൊലിയിൽ സ്പർശിക്കുമ്പോഴേ അതിന്റെ ഗുണം നമുക്ക് അറിയുള്ളൂ. അതിന് ത്വക്ക് എന്ന ഇന്ദ്രിയം. തണുപ്പ്, ചൂട്, മൃദു, കഠിനം, ഇതൊക്കെ തൊട്ടാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഒരു ഉണ്ണിയപ്പം അവിടെ ഉണ്ടാക്കി വെച്ച് കണ്ടു കഴിഞ്ഞാൽ അത് നല്ല ബലമുള്ളതാണോ നല്ല മാർദ്ദവമുള്ളതാണോ എന്ന് കണ്ടറിയാൻ പറ്റുമോ? അത് കയ്യിൽ പിടിച്ചു നോക്കണം. കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, പല്ലില്ലാത്തവർക്കും കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അയ്യോ ഇത് പല്ലില്ലാത്തവർക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ, ഉണ്ണിയപ്പം നല്ല കഠിനമായിട്ടുള്ളതാണ്, അത് തൊട്ട് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. സ്പർശം കൊണ്ട് അറിയുക. ഇങ്ങനെ 5 അറിവ് നേടാനായിട്ട് കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് തുടങ്ങിയ ഇന്ദ്രിയങ്ങള്. പിന്നെ കർമ്മം ചെയ്യാനായിട്ട് 5 ഇന്ദ്രിയങ്ങളുണ്ട് അത്രേ. പണിയെടുക്കാനായിട്ട് 5 ഇന്ദ്രിയങ്ങളേ ഉള്ളൂ നമുക്ക് കർമ്മം ചെയ്യാൻ. ഏതൊക്കെയാ? കണ്ണ്, മൂക്ക് തുടങ്ങിയൊക്കെ അറിവ് നേടാനുള്ളത്. പണിയെടുക്കാനുള്ള, കർമ്മം ചെയ്യാനുള്ള ഇന്ദ്രിയങ്ങള് കയ്യ്, കാല്, വാക്ക്, പായു, ഉപസ്ഥം. ഇതാണ് അത്ര കർമ്മം ചെയ്യാനുള്ള 5 ഇന്ദ്രിയങ്ങള്. കൈ കൊണ്ട് നമ്മള് പണിയെടുക്കും, കാല് കൊണ്ട് നമ്മള് സഞ്ചരിക്കും. ഇത് രണ്ടും ഇല്ലാത്തവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അവർക്ക് എന്തൊക്കെ കർമ്മം ചെയ്യാൻ പറ്റും? കയ്യും ഇല്ല, കാലും ഇല്ല. ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾ എത്ര ഉണ്ടാവും? അപ്പൊ കർമ്മേന്ദ്രിയങ്ങളാണ് കയ്യും കാലും. വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ഠത്തിലുള്ള ഒരു ഇന്ദ്രിയമാണ്. നമുക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ സാധിക്കുന്നത് ആ വാക്ക് കൊണ്ടാണ്. നാവ് കൊണ്ടാണ് ശബ്ദിക്കേണ്ടത് എന്നൊക്കെ പറയും. പക്ഷേ നാവ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വാക്ക് എന്ന ഇന്ദ്രിയം പ്രവർത്തിക്കില്ലെങ്കിൽ ശബ്ദം പുറപ്പെടുവിക്കാൻ പറ്റില്ല. നല്ല ജലദോഷം വരുന്ന സമയത്ത്, തൊണ്ടയിൽ കഫം കെട്ടിക്കിടക്കുന്ന സമയത്ത് നമുക്ക് നേരാവണ്ണം ശബ്ദം ഉച്ചരിക്കാൻ പറ്റുമോ? അപ്പോൾ നാവ് വായിൽ തന്നെ ഇല്ലേ? വായിൽ നാവുണ്ട്, പക്ഷേ അയ്യോ പാട്ട് പാടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തൊണ്ട ശരിയല്ല, ശബ്ദം ശരിയല്ല, 2 ദിവസമായിട്ട് ജലദോഷമായിരുന്നു, തൊണ്ടയിൽ കഫം കെട്ടിക്കിടക്കുന്നുണ്ട്. നാവ് കൊണ്ടല്ലേ പാട്ട് പാടുന്നത്? അവരുടെ കാര്യമുണ്ടോ? നാവുള്ളതൊരു പാട്ട് പാടാൻ പറ്റുമോ? ആ കണ്ഠത്തില് ആണ് ആ കേൾക്കാനുള്ള വാക്ക് എന്ന ഇന്ദ്രിയം ഉള്ളത്. ആ കണ്ഠം അവിടെ ശുദ്ധമാകുമ്പോഴേ അല്ലെ ചിലപ്പോൾ പാട്ട് പാടുന്നവർ അങ്ങനെ ചൂടുവെള്ളം വേണം എന്നൊക്കെ പറയും. ആ ചൂടുവെള്ളം അങ്ങനെ കുടിക്കുമ്പോഴേ ആ കണ്ഠത്തിൽ നിന്ന് ആ തടസ്സങ്ങളൊക്കെ മാറി സുഖമായിട്ട് പാട്ടൊക്കെ വരുള്ളൂ. നാവിനല്ല ചൂടുവെള്ളം അല്ലെ, കണ്ഠത്തിലേക്കാണ് വേണ്ടത്. അവിടെ വാക്ക് എന്ന ഇന്ദ്രിയം ഉണ്ട്.
അപ്പൊ കൈകാലുകള്, വാക്ക് എന്ന ഇന്ദ്രിയം. പിന്നെയുള്ള 2 ഇന്ദ്രിയങ്ങള് വിസർജന ഇന്ദ്രിയങ്ങളാണ്. ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങള്, ഇങ്ങനെ 20 എണ്ണം. പിന്നെ നമുക്ക് കാണാൻ പറ്റാത്ത 4 വസ്തുക്കളുണ്ട് അത്ര ശരീരത്തില്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹംബോധം. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മനസ്സ്? എവിടെയും മനസ്സുള്ളതെന്ന് ഓപ്പറേഷൻ ചെയ്യുമ്പോഴോ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴോ ഡോക്ടർ കണ്ടെത്തിയിട്ടുണ്ടോ? കണ്ടെത്താൻ പറ്റില്ല. ബുദ്ധി കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. അഹംബോധം, നമ്മളുടെ ഉള്ളിൽ നമുക്ക് മനസ്സിലായി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ മനസ്സിലായി എന്നുള്ള അവസ്ഥയാണ് ചിത്തം. അഹംബോധം എന്നത് നമ്മൾ പ്രവർത്തിച്ചു എന്നുള്ള തൃപ്തി. ഇത് 4 ഉള്ളിലുള്ളതാ. നമ്മൾ മനസ്സിലാണ് ആക്കണത്. കണ്ട് മനസ്സിലാക്കുക, കേട്ട് മനസ്സിലാക്കുക, രുചിച്ച് മനസ്സിലാക്കുക, തൊട്ട് മനസ്സിലാക്കുക, വാസനിച്ച് മനസ്സിലാക്കുക, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കണം. ഇവിടെ സപ്താഹം നടക്കേണ്ടതെന്ന് എങ്ങനെ അറിഞ്ഞു? അത് പറഞ്ഞു, കേട്ട് മനസ്സിലാക്കി. ഫോൺ വിളിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ വേറൊരാള് പറയണത് കേട്ടിട്ടാണ് മനസ്സിലാക്കിയത്. കേട്ടു മനസ്സിലാക്കി. എന്ന് മുതലാ? എത്രാം തീയതി മുതൽ ആണ്? 22 മുതൽ 29 വരെയാണ്. അപ്പോ മനസ്സിലായി. മനസ്സിലായി വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ സപ്താഹത്തിനെത്തുവോ? മനസ്സിലായ കാര്യത്തെ ബുദ്ധി കൊണ്ട് ആലോചിക്കണം. മന്ദബുദ്ധിയായ ഒരാൾ സപ്താഹം ഉണ്ടെന്ന് കേട്ടാലും, അവിടെ അപ്പുറത്ത് രാഷ്ട്രീയ സമ്മേളനം ഉണ്ടെന്ന് കേട്ടാലും മന്ദബുദ്ധിക്ക് ഒരുപോലെയാണ്. ബുദ്ധിയുള്ള ആള് കേട്ട കാര്യം ബുദ്ധി കൊണ്ട് ചിന്തിക്കും. സപ്താഹം നടക്കണ്ടല്ലേ, എന്താണ് അവിടെ ഒന്ന് പോയി നോക്കാം, എപ്പോഴൊക്കെയാണ് പ്രോഗ്രാം നടക്കുന്നത്, എത്ര മണി മുതൽ എത്ര മണി വരെയാണ്, അവിടെ ഏത് സമയത്താണ് പാരായണം, എപ്പോഴാണ് പൂജ, എപ്പോഴാണ് ഭക്ഷണം, ഇതൊക്കെ ബുദ്ധി കൊണ്ട് ആലോചിക്കണം. ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് മനസ്സിലാക്കിയ കാര്യം ബുദ്ധി കൊണ്ട് ആലോചിച്ച് ചിത്തത്തിൽ വെച്ചിട്ടാണ് അത്രേ ഉറപ്പിക്കുക. സപ്താഹമുണ്ട്, അവിടെ നിന്ന കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് എന്ന് ആലോചിച്ച് ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് പോണോ വേണ്ടയോ എന്ന് ഉറപ്പിക്കുന്നതിനെയാണ് ചിത്തം എന്ന് പറയുക. ഇന്ന് പോണ്ട, നാളെ ഇപ്പൊ ശനി മറ്റന്നാൾ ഞായറൊക്കെ അല്ലേ, ശനിയാഴ്ച പോവാ, ഞായറാഴ്ച പോവാ, ആയിക്കോട്ടെ. ആ ഉറപ്പിക്കലില്ലേ, ആ ഉറപ്പിക്കലാണ് ചിത്തം എന്ന് പറഞ്ഞത്. പിന്നെ 4ാമത്തെ അഹംബോധം എന്ന് പറഞ്ഞതോ, ഈ ഉറപ്പിച്ച കാര്യം നടപ്പിലാക്കുന്നതിനെയാണ് അഹംബോധം എന്ന് പറയുക. ഈ ശനിയാഴ്ച സപ്താഹത്തിന് പോരണം എന്ന് പറഞ്ഞ് രാവിലെ 8 മണി വരെ കിടന്നുറങ്ങിയാൽ നടക്കുവോ? ഇല്ല. രാവിലെ 5 മണിക്ക് എണീറ്റിട്ട് 6 മണിയാകുമ്പോഴേക്കും ഇവിടേക്ക് എത്താം. നമ്മള് നിശ്ചയിച്ച കാര്യം പ്രാവർത്തികമാക്കുന്ന ആ ഒരു അവസ്ഥയാണത്. ഞാൻ ശനിയാഴ്ച പോണമെന്ന് വിചാരിച്ച് രാവിലെ നേരത്തെ എത്തിയിട്ടോ, രാവിലെ എത്തി ആ സഹസ്രനാമത്തിലും പ്രാർത്ഥനയിലും നമസ്കാരത്തിലും ഒക്കെ പങ്കെടുത്തു. വൈകുന്നേരം വരെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ പൂജകളൊക്കെ നടക്കുന്നുണ്ട്. ആ പൂജകളിലൊക്കെ തൊഴുതു. അവിടെ ആ ഭാഗവത പാരായണവും പ്രഭാഷണവും ഒക്കെ കേട്ടു. ഭക്ഷണവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. വൈകുന്നേരം തിരിച്ച് ഭജനയും കൂടി കേട്ടിട്ട് വീട്ടിലേക്ക് പോയി എന്നുള്ള ആ ഒരു തൃപ്തി ഉണ്ടല്ലോ, അതാണ് അഹംബോധം എന്നുള്ളത്. ഇതെല്ലാം നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളല്ലേ. പക്ഷേ ഈ 24 തത്വങ്ങളും പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ശരീരത്തില് 25ാമത് ഒരു വസ്തു കൂടി വേണമെന്നാ. ഏതാ? ജീവൻ വേണം ശരീരത്തില്. ജീവനിലേക്ക് ഇത് വല്ലതും നടക്കൂ? ആരായി ജീവൻ? ഈശ്വരനാണ് ജീവൻ. ആ ജീവനില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ജീവനില്ലെങ്കിൽ കൈയുണ്ടായിട്ട് കാര്യമുണ്ടോ? കണ്ണുണ്ടായിട്ട് കാര്യമുണ്ടോ? എന്ത് ഭംഗിയുള്ള മുഖമാണ്! എത്ര ഭംഗിയുള്ള മുഖമായാലും ജീവനില്ലാണ്ടായാൽ പിന്നെ വല്ല കാര്യമുണ്ടോ? ജീവനാണ് ആവശ്യം. ഈ ജീവനാണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കൂ അമ്മേ. ഈശ്വരൻ എന്ന ജീവൻ ഇല്ലെങ്കിൽ ഈ ശരീരത്തിൽ ഒന്നുകൊണ്ടും ഒരു കാര്യവും ഇല്ല. അതുകൊണ്ട് ആ ഈശ്വരനെ മനസ്സിലാക്കൂ. ശരീരത്തിന് മാറ്റം വരും. 1-ാം വയസ്സിലെ ശരീരം പോലെയല്ല 2 വയസ്സായി കഴിഞ്ഞാൽ, അതുപോലെയല്ല 5 വയസ്സായി കഴിഞ്ഞാൽ, അതുപോലെയല്ല 10 വയസ്സായി കഴിഞ്ഞാല് ശരീരത്തിന് മാറ്റം വന്നുകൊണ്ടിരിക്കുമ്പോഴും അകത്ത് മാറാത്ത ഒരാളുണ്ട്. അതാണ് ആ ഈശ്വരൻ എന്ന ഒരിക്കലും മാറ്റമില്ലാത്ത ഈശ്വരനെ അറിയൂ. പിന്നെ ഭഗവാനെ തപസ് ചെയ്യാനായിട്ട് ഉള്ള മാർഗങ്ങള് ഭഗവാന്റെ കേശാദിപാദം വർണ്ണിച്ചു കൊടുത്തു. ഭഗവാന്റെ ആ പാദം മുതല് കേശം വരെ. ഭഗവാന്റെ കാലിന്റെ അടിയില് 4 ചിഹ്നങ്ങളുണ്ട്. വജ്ര, അങ്കുശ, ധ്വജ, സരോരുഹ. ഭഗവാന്റെ കാലിന്റെ അടിയില് ഒരു വജ്രമോതിരത്തിന്റെ അടയാളമുണ്ട്, ഒരു കൊടിയടയാളം ഉണ്ട്, ഒരു അങ്കുശം ഉണ്ട്, അതുപോലെ ഒരു താമരയുണ്ട്.
ഈ 4 ചിഹ്നങ്ങളെ ഭഗവാന്റെ കാലിന്റെ അടിയിലെ ചിഹ്നങ്ങൾ മുതൽ ധ്യാനിക്കാം എന്ന് പറയുക. ധ്യാനിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. യമം ശീലിക്കണം, നിയമം ശീലിക്കണം, ഒരിടത്ത് അടങ്ങിയിരിക്കാൻ പറ്റണം, പ്രാണായാമത്തിലൂടെ ശ്വാസത്തെ നിയന്ത്രിക്കണം, ഏത് രൂപമാണ് ധ്യാനിക്കേണ്ടത് എന്ന് ധാരണ ചെയ്യണം. എന്നിട്ട് വേണം ധ്യാനിക്കാനായിട്ട്. എല്ലാവർക്കും ധ്യാനിക്കാൻ പറ്റില്ല. പറ്റുന്നവർക്ക് അഷ്ടാംഗയോഗം എന്ന യോഗം ധ്യാനിക്കാൻ പറ്റുന്നവർക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിക്കോട്ടെ വേണമെങ്കിൽ എന്ന് പറഞ്ഞ ഒരു അധ്യായത്തില് ധ്യാനയോഗത്തെ പറഞ്ഞു. ഭഗവാന്റെ കാലിന്റെ അടിയിലെ ചിഹ്നങ്ങൾ മുതൽ ഓരോരോ അവയവങ്ങളെ ധ്യാനിച്ച് 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 ഭഗവാന്റെ മൂർധാവ് വരെ ധ്യാനിക്കുക. അവിടുന്ന് താഴേക്ക് ധ്യാനിച്ച് പാദം വരെ, ഇങ്ങനെ താഴേന്ന് മേപ്പെട്ട മുകളിൽ താഴേക്ക് ധ്യാനിച്ച് ധ്യാനിച്ച് എപ്പോഴാണോ ഭഗവാന്റെ പുഞ്ചിരി നമ്മുടെ മനസ്സിൽ അങ്ങനെ തെളിയണത്, ആ പുഞ്ചിരിയെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ധ്യാനയോഗത്തെ കുറിച്ച് എല്ലാവർക്കും പറ്റുന്ന ഒരു മാർഗം ഭക്തിയോഗമാണ് എന്ന് പറഞ്ഞു. അതെല്ലാവർക്കും പറ്റും. ഭക്തിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ കഥകൾ കേട്ടിട്ട് ഭഗവാനെ സ്നേഹിക്കുക. ഒരാളെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ പല ചെലവുണ്ടോ നമുക്ക്? ഞാൻ അയാളെ വല്ലാണ്ട് സ്നേഹിക്കുന്നു കേട്ടോ. സ്നേഹിക്കുന്ന ആള് നമ്മൾ എന്താ ചെയ്യുക? ആ സ്നേഹിക്കുന്ന ആൾക്ക് ഒരു വിഷമവും വരാണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതല്ലേ സ്നേഹിക്കുന്നവർ ചെയ്യുക. ഇതുപോലെ ഈശ്വരന് വേണ്ട കാര്യങ്ങള് എന്തൊക്കെയാ? ഈശ്വരന് ഇപ്പൊ നമ്മളൊന്നും കൊടുത്തിട്ട് ആവശ്യമില്ല. പക്ഷേ ഈശ്വരന് എന്ന് പറഞ്ഞ് നമ്മൾക്കുള്ള ഓരോന്നും ഈശ്വരനായിട്ട് സമർപ്പിക്കുമ്പോഴാണ് നമ്മൾക്ക് ഭഗവാനോടുള്ള ഒരു സ്നേഹം പ്രകടമാവുന്നത്. രാവിലെ അമ്പലത്തിലേക്ക് നെയ്യാറ്റിൻകര കണ്ണനെ കാണാൻ പോണ സമയത്ത് ആ പുറമെ കടയിൽ നിന്നും ഒരു മാല വാങ്ങിയിട്ട് കൊണ്ടുപോകുമ്പോ അതെ എന്റെ കണ്ണനാണ് കേട്ടോ. ആർക്കും പറയാം എന്റെ കണ്ണൻ എന്ന്. ആ കണ്ണന്റെ കഴുത്തിൽ ചാർത്താനായിട്ടേ അവിടെ നമ്മൾ മാല കൊടുത്തില്ലെങ്കിൽ അവിടെ മാല ചേർത്താണ്ടിരിക്കുക. നമ്മൾ കൊടുത്തില്ലെങ്കിലും അവിടെ മാല ചേർത്തുക ചെയ്യും. പക്ഷേ എന്റെ കണ്ണന് എന്റെ കൈ കൊണ്ട് ഞാനൊരു മാല കൊണ്ട കൊടുക്കുക എന്ന് പറയുമ്പോ നമുക്കൊരു തൃപ്തി ഉണ്ടാവണില്ലേ? എന്താ? ആ കണ്ണനോട് സ്നേഹമുള്ളതുകൊണ്ട്. ഇല്ലെങ്കിലേ കണ്ണനോട് കുറെ മാല കിട്ടാണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ കൊടുത്തിട്ട് വേണം. എന്റെ ഭാവത്തിൽ സ്നേഹാവൂ. സ്നേഹത്തോടു കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നും കൊണ്ടുപോയി സമർപ്പിക്കും. സുഖമാവാനായിട്ട് കണ്ണന് വെണ്ണ സമർപ്പിക്കും, പട്ടുകുടം സമർപ്പിക്കും, കദളിപ്പഴം സമർപ്പിക്കും, ചിലപ്പോ പാൽപ്പായസാവും, ചിലപ്പോ ഭഗവാന് ചന്ദനം ചേർത്തലാവും സമർപ്പിക്കുക, ചിലപ്പോ നിറമാലയാവും. അല്ലെ? അത് അവരവരുടെ കഴിവിനും മനസ്സിനും സമ്പത്തിനും അനുസരിച്ച് ഭഗവാൻ പറയണോ എന്റെ അടുത്ത് എന്ത് സമർപ്പിച്ചാലും വേണ്ടില്ല, ആ സമർപ്പിക്കുന്ന സമയത്ത് ഉള്ള അവരുടെ മനസ്സിലെ പ്രേമമാണ് ഞാൻ നോക്കാറ്. ധാരാളം കാശുള്ള ആൾക്കാരാണ് വെച്ചാൽ നിർമ്മാണ കഴിച്ചോളൂ എന്നും പോയിട്ട് ഭഗവാനെ ശ്രീകോവിലിന്റെ അകത്തും പുറത്തും മണ്ഡപത്തിലും മുഴുവൻ മാല ചാർത്തുക. പക്ഷെ എല്ലാവർക്കും അത് പറ്റിക്കൊള്ളണമെന്നില്ല. ഭഗവാനെ എനിക്ക് നിറയെ മാല ചാർത്താൻ പറ്റില്ല, പക്ഷെ ഒരു മാല ഞാൻ കണ്ടുകൊണ്ട വെക്കാട്ടോ. ഈ ഒരു മാല വെക്കാനുള്ള കാശ് എനിക്കില്ല കണ്ണാ. ആ തിരുമുടിയിൽ വെക്കാൻ പാകത്തിന് ചെറിയൊരു തിരുമുടി മാല ഞാൻ കൊണ്ടുപോയി സമർപ്പിക്കാം. എന്താ പറ്റിയ വെച്ചാൽ നീ ഒന്നിനും പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു തുളസി പൂവെങ്കിലും കൊണ്ടുപോയിട്ട് കൊടുക്കുക. വീട്ടില് തുളസി ഇല്ല, വേണ്ട, പോയിട്ട് കുറച്ച് നാമം ചോദിച്ചാലും മതി ആ കണ്ണിന് മുമ്പിൽ ഇരുന്നിട്ട്. അതാണ് ഭക്തിഭാവം. അവനവന്റെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഉള്ളത് ഭഗവാനെ സമർപ്പിക്കാനുള്ള മനസ്സ്. സ്വർണം ധാരാളമുള്ളവർ സ്വർണം കൊണ്ട് തലാഭാരം നടത്തിക്കോളൂ, വേണ്ടാന്നും പറഞ്ഞിട്ടില്ല. അത് മോശമൊന്നുമല്ല. എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് നമുക്ക് ഭഗവാൻ സമർപ്പിക്കാൻ തോന്നണം. ഒരാൾ കാറിൽ വന്നിട്ട് നല്ല കാറിൽ വന്ന് ഭഗവാനെ തൊഴുന്നു വിചാരിച്ചിട്ട് കണ്ടില്ലേ അയാള് അഹങ്കാരം കാണിക്കുന്നു. അത് അഹങ്കാരമൊന്നുമില്ല, അയാൾക്ക് ഭഗവാൻ കൊടുത്തത് തന്നെയാണ്. അത്രയും വിലപിടിപ്പുള്ള കാറിൽ സഞ്ചരിക്കാനുള്ള പുണ്യം അദ്ദേഹം ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് അദ്ദേഹം ആ കാറിൽ ഭഗവാന്റെ അടുത്തേക്ക് പോകണം. നമ്മള് KSRTC ബസ്സിൽ പോകണം. അവരവർക്ക് കഴിവുള്ള രീതിയിൽ പോവാം, എന്ന രീതിയിൽ വന്നോളാം എന്ന് പറഞ്ഞിട്ടില്ലേ. ഭഗവാൻ വരുന്ന ആളുടെ മനസ്സ് മാത്രമേ നോക്കുള്ളൂ. നാളെ പ്രഹ്ലാദൻ പറയും,
മന്യേധനാഭിജനരൂപതപശ്രുതൗജസ്തേജപ്രഭാവകലപൗരുഷബുദ്ധിയോഗ ന ആരാധനാഹി ഭവന്തി പരസ്യ പുംസോ ഭക്തിയാതു ദോഷ ഭഗവാൻ. ഭഗവാൻ തന്റെ മുമ്പിൽ വരുന്നവരുടെ സമ്പത്തോ അവരുടെ വേഷോ അവർ ചെയ്തതായിട്ടുള്ള തപസ്സുകളോ ഒന്നും നോക്കാറില്ല. ഭക്തി അവരുടെ മനസ്സ് മാത്രമേ നോക്കാറുള്ളൂ. അമ്മേ, മനസ്സുകൊണ്ട് ഭഗവാനെ സ്നേഹിച്ച് അവനവന്റെ കയ്യിലുള്ളത് ഭഗവാന് സമർപ്പിക്കുക. ഏത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാനെ ചിന്തിച്ചും കൊണ്ട് ചെയ്യലാണ് ഭക്തി യോഗം. എല്ലാവർക്കും പറ്റിയ മാർഗമാണ്. ഭക്തി മാർഗത്തിലേക്ക് വരാൻ ആർക്കും പണത്തിന്റെ ആവശ്യമില്ല, സൗന്ദര്യത്തിന്റെ ആവശ്യമില്ല, വേഗം പഠിച്ചോളണമെന്നില്ല, ഒന്നും ആവശ്യമില്ല. മനസ്സ് മാത്രം മതി. ഭക്തി ഇല്ലാത്ത ആളുകള് അവരുടെ അവസ്ഥ എന്താ ചോദിച്ചു? അവർക്ക് ഭക്തി ഇല്ലാത്തവര് ചെയ്യുന്നത് എല്ലാം അവർക്ക് ദുഃഖമായിട്ട് മാറും. ഒരിക്കലും അവർക്ക് സമാധാനം കിട്ടില്ല. ഭഗവാനെ ചിന്തിക്കാണ്ട് ഏവം കുടുംബഭരണം വ്യാപൃതാത്മാജിതേന്ദ്രിയ, കുടുംബഭരണം മാത്രം നിശ്ചയിച്ചുകൊണ്ട് എന്റെ കുടുംബത്തെ നോക്കുക, ബാക്കിയുള്ളവരെയൊക്കെ ഉപദ്രവിച്ചിട്ടായാലും വേണ്ടില്ല, തന്റെ കുടുംബത്തെ മാത്രം നോക്കുക എന്നുള്ള ചിന്താഗതിയുള്ളവർക്ക് അവസാന കാലത്ത് ആരും സഹായിക്കാണ്ടാവില്ല എന്ന് പറഞ്ഞു. ഉള്ള കാലത്ത് ആരെയും സഹായിച്ചിട്ടില്ല. തന്റെ കുടുംബം ഭാര്യയും കുട്ടി എന്ന് പറഞ്ഞു മാത്രം ജീവിച്ചതാണ്. അവസാനം ഈ ഭാര്യയും കുട്ടിയും പോലും നോക്കാണ്ടാവില്ല അത്ര. എന്താ? കാസശ്വാസകൃതായാസ കണ്ഠേ ഗുരഗുരായവേ. ഈശ്വരചിന്ത ഇല്ലാത്തവര് അവസാന കാലത്ത് തൊണ്ടയില് കഫം വന്ന് കെട്ടി ശരീരം തളർന്ന് ആ ശയ്യയിൽ ഇങ്ങനെ കിടക്കൂത്ര. കിടക്കയിൽ കിടക്കുമ്പോ മലമൂത്ര വിസർജനം മുഴുവൻ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെയാവൂത്രേ. ഒരാളും ഉണ്ടാവില്ല. തന്റെ ഭാര്യയും കുട്ടികൾക്കും വേണ്ടിയിട്ടാ ജീവിച്ചത്. അവര് പോലും കുറച്ചു കഴിഞ്ഞാൽ പറയും, ഇങ്ങനെ കിടക്കുന്നത് കാണാൻ വയ്യ കേട്ടോ, ഇതിൽ ഭേദങ്ങൾ ചത്തുപോകുമായിരുന്നു പറയും. ഈ ഭാര്യയും കുട്ടികൾക്കും വേണ്ടിയിട്ടാ സകലാക്രമങ്ങളും ചെയ്തുകൊണ്ട് പണം മുഴുവൻ ഭാര്യയും കൂട്ടിയത്. അവര് പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പരിവീരസ്വ ബന്ധുവി, ബന്ധുജനങ്ങളൊക്കെ വന്നിട്ട് പറയും, ഇങ്ങനെ കിടക്കണേലും വരെ എങ്ങനെ നടന്നിരുന്ന ആളാ, നല്ല ജഗജില്ലിയായിട്ട് നടന്നിരുന്ന ആളാണ്, ആരോഗ്യത്തോടു കൂടി ഓടി നടന്നിരുന്ന ആളാ, കിടക്കണ കിടപ്പ് കണ്ടില്ലേ, നല്ല ഇസ്ത്രീയിട്ട വസ്ത്രം മാത്രമേ ധരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ വൃത്തിയായിട്ട് മാത്രം വേഷം ധരിച്ച് നടന്നിരുന്ന ആളിപ്പോ മലമൂത്ര വിസർജനം ഒക്കെ കിടക്ക തന്നെയാണ്. അത് വൃത്തിയാക്കി കൊടുക്കാനും ആരും ഇല്ലാണ്ട് കിടക്കേണ്ട ഒരവസ്ഥ. എന്തേ പറ്റിയത്? ഈശ്വരചിന്ത ഇല്ലാണ്ട് ജീവിച്ചു. ഈശ്വരചിന്ത ഇല്ലാണ്ട് ജീവിച്ചിട്ടാണ്. അവസാനം കാലഭടന്മാര് വരുമ്പോ അവരെ കണ്ട് പേടിച്ചു. ആ കാലഭടന്മാര് അവരുടെ കയ്യിലുള്ള ഇരുമ്പ് ദണ്ടുകൊണ്ട് ശരീരത്തെ അടിച്ചു വീഴ്ത്തി ജീവനെ കൊണ്ടുപോയി പല പല നരകങ്ങളിൽ ഇടുത്രേ. അതിനുശേഷം ചന്ദ്രമണ്ഡലത്തിലേക്ക് ആ ജീവനെ പറഞ്ഞയക്കും. ചന്ദ്രനിൽ നിന്നും വെളുത്ത വാവ് ദിവസം നിലാവിലൂടെ ആ ജീവൻ ഭൂമിയിലെ പഴങ്ങളിലേക്ക് വരും. ആ പഴം കഴിക്കുന്ന പുരുഷന്റെ ഉള്ളിലേക്ക് ആ ജീവൻ എത്തും. ആ പുരുഷനിൽ നിന്നും സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് ആ ജീവൻ എത്തണോ. ആ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ആ ജീവന് ഒരു ശരീരം കിട്ടണോ എന്ന് പറയാ. കലലം തു ഏകരാത്രേണ പഞ്ചരാത്രേണ ബുദ്ഭുതം ദശാർക്കേണ തു കർത്തം ധു പേശ്യണ്ടവാദപരം. ഗർഭത്തില് ആദ്യത്തെ രാത്രി കലലം എന്നുള്ള ഒരു രൂപമായിട്ട് മാറുത്രേ. 5 രാത്രി കൊണ്ട് ബുദ്ഭുതം എന്നുള്ള കുറച്ച് ഒരു പതയുടെ രൂപമായിട്ട് മാറും. 10 രാത്രി കൊണ്ട് ഒരു മാംസ കഷ്ണമായിട്ട് മാറും. മാസേണതു ശിരോ, ഒരു മാസം കൊണ്ട് ശിരസ് ഉണ്ടാവണോ. ബാഹു അംഗ്രിയാതി അംഗവിഗ്രഹ, 2-ാം മാസത്തില് കൈകാലുകളെ കാണാൻ പറ്റണോത്രേ. നഖ ലോമ അസ്ഥി ചർമ്മ ലിംഗ സ്ത്രീഭി. നഖം, രോമങ്ങള്, അസ്ഥി, ചർമ്മം എന്ന് പറഞ്ഞങ്ങനെ ആ തൊലികള്, ലോമം, തൊലികള്, അതുപോലെ അസ്ഥി, ലിംഗം ആണാണോ പെണ്ണാണോ എന്നുള്ളതൊക്കെ 3-ാം മാസത്തിലാണ് തിരിച്ചറിയാൻ സാധിക്കുക. ഗർഭത്തില് ചതുർഭുർ ധാതവാണ്. 4-ാം മാസത്തിൽ സപ്തധാതുക്കള് ഉണ്ടാവണോ. 5-ാം മാസത്തില് ആണ് വിശപ്പ് ആരംഭിക്കുക. ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിക്ക് ആര് ഭക്ഷണം കൊടുക്കും? മാതൃജഗ്ധ അന്നപാനാദി, അമ്മ കഴിക്കുന്ന ആ ഭക്ഷണത്തിൽ നിന്നും കുറേശ്ശെ പൊക്കിൾ കൊടിയിലൂടെ ആ കുട്ടിയുടെ വയറ്റിലേക്ക് എത്തുന്നു പറയാം. ആ സമയത്ത് അമ്മ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാവും അറിയോ? കടു തീഷ്ണ ഉഷ്ണ രൂക്ഷ്മ അമ്ലാദിഭിരുൽബണൈ മാതൃയുക്തൈരുപസ്പൃഷ്ട സർവാംഗ ഉദ്ധിത വേദന. അമ്മ കഴിക്കുന്ന എരിവുള്ള ഭക്ഷണം, അമ്മ കഴിക്കുന്ന ചൂടുള്ള ഭക്ഷണം, അമ്മ കഴിക്കുന്ന പുളിയുള്ള ഭക്ഷണം, ഇതിന്റെയൊക്കെ
തീഷ്ണത കൊണ്ട് ആ കുട്ടി അവിടെ കിടന്ന് പെടയണു എന്നാണ് പറയണത്. ആ ഗർഭത്തിൽ കിടക്കുന്ന ചെറിയ കുട്ടിയുടെ വയറ്റിലേക്ക് പൊക്കിൾക്കൊടിയിലൂടെ അമ്മ കഴിക്കുന്ന ആ കടുമാങ്ങയുടെയും അതുപോലെ പുളിയിഞ്ചിയുടെ പുളിയും കടുമാങ്ങയുടെ ആ ഒരു എരിവും ചൂടും ഭക്ഷണത്തിന്റെ ചൂടും എല്ലാം കൂടി ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും ആ കുട്ടിയുടെ അവസ്ഥ എന്താവും എന്നാ പറയണത്. അവിടെ കിടന്ന് ആ ജന്തു അവിടെ കിടന്ന് പെടയണു എന്നാണ് പറഞ്ഞത്. പൂർവ്വജന്മത്തിൽ ഈശ്വരചിന്ത ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെയും ഗർഭത്തിലേക്ക് വന്നിട്ട് അങ്ങനെ കിടക്കേണ്ടി വന്നതേ. 6-ാം മാസം ആയപ്പോഴേക്കും ജലായുണ ഒരു മറുപിള്ള വന്നിട്ട് ഒരു വല വന്നിട്ട് അങ്ങ് മൂടു തരാൻ കുട്ടിയെ. അതിൻ്റെ ഉള്ളിലെ കൈയും കാലും ഒക്കെ ചുരുണ്ടുകൊണ്ട് അവിടെ അങ്ങനെ കിടക്കാൻ മാത്രമേ പറ്റുള്ളൂ. തല കീഴായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പ്രദക്ഷിണം വെക്കേണ്ടി വരൂ അത്രേ. 7-ാം മാസത്തില് പൂർവ്വജന്മത്തിൽ സ്മരണ ഉണ്ടാവും അത്രേ. മുൻജന്മങ്ങളിൽ താൻ ചെയ്ത കർമ്മങ്ങളൊക്കെ ഓർമ്മ വരും. ഈശ്വരചിന്ത ഇല്ലാണ്ട് ജീവിച്ചതിന്റെ ഫലമാണ് വീണ്ടും ഗർഭത്തിന് വരേണ്ടി വരുന്നത്. അവിടെ കിടന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കും, മാമേ ഭവിഷ്യതുപസാദ വിഷ്ണുപാത, ഞാന് ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ ഭഗവാനെ ആരാധിച്ച് വിഷ്ണുപാദത്തിലേക്ക് എത്തിക്കോളാന്ന് പറയൂത്രേ. നമ്മളൊക്കെ ഗർഭത്തിൽ കിടന്ന് ഭഗവാന് വാക്കു കൊടുത്തിട്ടുള്ളതാ. ഈശ്വരനെ ആരാധിച്ച് ഭഗവാൻ എത്തിക്കോളാമെന്ന് വാക്കു കൊടുത്തിട്ടുള്ളതാണ് നമ്മള്. 10-ാം മാസം ആകുമ്പോഴേക്കും പ്രസൂതിമാരുതൻ എന്നൊരു കാറ്റിന്റെ തള്ളൽ കൊണ്ട് അമ്മയുടെ ആ വയറ്റിൽ നിന്നും തല കീഴായിട്ട് കമഴ്ന്നിട്ട് ഭൂമിയിലേക്ക് വരണു എന്നാണ് പറഞ്ഞത്. തല കീഴായിട്ട് ഭൂമിയിലേക്ക് വരുന്നതോടുകൂടി ഗർഭത്തിൽ വെച്ചുള്ള ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ മാറും. പിന്നെ ബാല്യം എന്താ സുഖമുള്ളത് ചോദിക്കുക. ആ ബാല്യ ജീവിതത്തില് എന്ത് വന്നാലും കരയുക എന്നല്ലാണ്ട് എന്താ പറ്റുക? മൂത്രം ഒഴിച്ചാൽ കരയുക അവിടെ കിടന്നിട്ട്. അമ്മ വന്നിട്ട് തുണി മാറ്റി തന്നാൽ ഇല്ലെങ്കിൽ അവിടെ കിടന്ന് കരയുക. അപ്പിയിട്ടാലും അവിടെ കിടന്ന് കരയുക. ഉറുമ്പ് വന്ന് കടിച്ചാലും കരയുക, വിശന്നാലും കരയുക, ദാഹിച്ചാലും കരയുക. അമ്മയ്ക്ക് അവിടെ തോന്നിയിട്ട് അതെ കുട്ടി വിശന്നിട്ടാവും കരയണത് എന്ന് വിചാരിച്ച അമ്മഞ്ഞ കൊടുക്കണ സമയത്ത് കുട്ടി കുടിക്കില്ല. എന്താ അത് കുടിക്കാത്തത്? കുറച്ച് കഴിഞ്ഞാൽ പറയും വേണമെങ്കിൽ കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും അത്ര. ഈ അമ്മഞ്ഞ കുടിക്കണ കുട്ടിയോട് ദേഷ്യപ്പെട്ടുള്ള കാര്യമുണ്ടോ? എന്റെ പൂർവ്വജന്മത്തിൽ ഈ കുട്ടി ഈശ്വരചിന്ത ചെയ്തിട്ടില്ലേ? അതുകൊണ്ടാണ് ഈ ജന്മത്തില് അമ്മ കുട്ടിയുടെ കാലത്ത് പോലും അമ്മയുടെ ചിന്ത കേൾക്കേണ്ടി വരണത്. ചിലപ്പോൾ വിശന്നിട്ടാവില്ല കരയണതേ. കുട്ടിക്ക് പാല് കൊടുക്കുമ്പോഴോ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുമ്പോഴോ ഭക്ഷണത്തിന്റെ ഒരു അംശം ആ തുണിയിൽ വന്ന് വീണിട്ട് ഉറുമ്പ് വന്നിട്ടുണ്ടാവും. ആ ഉറുമ്പ് കടിച്ചിട്ടാവും കരയണത്. ആ ഉറുമ്പ് കയ്യുമ്മ കടിച്ച് വേദനിക്കണേന് അമ്മ എങ്ങനെ കാലിൽ തട്ടി കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? പെട്ടെന്ന് കരയുക, അനുഭവിക്കുക. കുറച്ചു കഴിഞ്ഞ് വലുതായി നടക്കാൻ തുടങ്ങി കഴിഞ്ഞാലോ പിന്നെ വീഴ്ചകളായി ഇത്ര ഓരോ ദിക്കിലും നടക്കാൻ തുടങ്ങുമ്പോ വീഴ്ച. പിന്നെ കുറച്ചു കഴിഞ്ഞ് വലുതായി കഴിഞ്ഞാലോ വാശിയായി. പലതും വേണം, അത് വേണം, ഇത് വേണം എന്നുള്ള ചിന്തകൾ. അത് കിട്ടാണ്ടിരുന്നാലുണ്ടാവുന്ന വിഷമങ്ങള്, ദേഷ്യങ്ങള്. പൂർവ്വജന്മത്തിൽ ഈശ്വരചിന്ത ഇല്ലാത്തതുകൊണ്ടല്ലേ ഈ ജന്മത്തിൽ ഈശ്വരചിന്തയ്ക്കുള്ള സാഹചര്യം ഉണ്ടാവില്ല. യുവാവായി കഴിയുമ്പോഴേക്കും പിന്നെ അഹങ്കാരമാണ് അത്ര വന്ന് പിടിക്കുക. ആ അഹങ്കാരം കൊണ്ട് മറ്റു പല ആളുകളെ ദ്രോഹിച്ചും കൊണ്ട് അവനവന് ഇഷ്ടമുള്ളതൊക്കെ കൈക്കലാക്കാനായിട്ട് നോക്കും. കിട്ടിയില്ല വെച്ചാൽ അവിടുന്ന് ആക്രമണം കാണിക്കുകയും ചെയ്യും. ഇങ്ങനെ കഴിഞ്ഞ ജന്മത്തിൽ ഇതുപോലെ നിരീശ്വരവാദിയായിട്ട് നടന്നേണ്ട ഫലമാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ അനുഭവിച്ചത്. വീണ്ടും ഈ ജന്മവും അതേപോലെ ഇങ്ങനെ ജനിക്കുക, മരിക്കുക, അമ്മയുടെ ഗർഭത്തിൽ വരിക, പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനി ജഠരേ ശയനം ഇഹ സംസാരേ. ഈ സംസാരത്തിൽ കിടന്നിട്ട് അങ്ങനെ ജനിക്കുക, ജീവിക്കുക, മരിക്കുക, ഗർഭത്തിൽ വരിക. ഇതിൽ എവിടെയാണ് അമ്മ ഒരു സുഖമുള്ളത് ചോദിക്കുക. സുഖം എവിടെയുള്ളൂ? ഈശ്വരനെ ആരാധിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് സുഖമുള്ളൂ പറയുക. ഈശ്വരനെ ആരാധിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് സുഖമുള്ളൂ. വേറെ എന്ത് നമുക്ക് സുഖം കിട്ടുന്നതല്ല. ഈശ്വരനെ ആരാധിച്ചാൽ കിട്ടുന്ന സുഖം അത് എന്നും ഉണ്ടാവും. ഭക്ഷണം കഴിച്ചാലുള്ള സുഖം ആ കഴിക്കുന്ന സമയത്ത് മാത്രം. അത് തന്നെ ചിലപ്പോൾ ദുഃഖമായിട്ട് മാറും. അതെ ആ വിളമ്പിയത് കുറച്ച് അധികമായി, അതുകൊണ്ട് ഇപ്പൊ അത് മുഴുവൻ കഴിച്ചു. അതുകൊണ്ടേ ഇനിയിപ്പോ കുറച്ചു നേരം പോയിട്ട് കിടക്കുന്നതെന്ന് വേണം. കുറച്ചധികം ഭക്ഷണം ആവശ്യത്തിന് കഴിച്ചാൽ മതിയിരുന്നില്ലേ? ആവശ്യത്തിന് കഴിച്ചാൽ മതിയായിരുന്നു. കൂട്ടാന്റെ സാധു കൊണ്ട് ഉപേക്ഷ അധികം കഴിച്ചതാണ്. നല്ല പായസമായിരുന്നു എന്ന് വിചാരിച്ചിട്ട് പായസം 2-3 ഗ്ലാസ് കുടിച്ചു. അതോടുകൂടി ആകെ ഉറക്കം വന്ന് കുറച്ചു നേരം പോയിട്ട് ഉറങ്ങട്ടെ, ഉച്ചയ്ക്കുള്ള ഭാഗം കേൾക്കാൻ പറ്റിയില്ല. സുഖാണെന്ന് വിചാരിച്ചിട്ടാണേ, സ്വാദം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് കുടിച്ചതാ. സുഖത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചത് ദുഃഖമായിട്ട് മാറുക ചെയ്യണത്. അതാവാണ്ടിരിക്കാൻ
ഈശ്വരനെ ആരാധിക്കൽ മാത്രമേ എന്നും സുഖം തരുള്ളൂ. ഇപ്പൊ ഗുരുവായൂർ പോയിട്ട് ശ്രീ ഗുരുവായൂരപ്പനെ കണ്ട ആളുകള്, ഗുരുവായൂരപ്പനെ ആനപ്പുറത്ത് എഴുന്നള്ളുന്നതായിട്ടുള്ള ശിവഗലി കണ്ടവര്, ശ്രീപത്മനാഭസ്വാമിയുടെ ആ ഒരു ശിവഗലി എഴുന്നള്ളിപ്പ് കണ്ടവര്, അത് കണ്ടങ്ങനെ നിന്നവർക്ക് എപ്പോ എവിടെ വെച്ചിട്ട് ആ രംഗം ഓർത്താലും മനസ്സിൽ സന്തോഷം ഉണ്ടാവും. ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ആ ശ്രീപത്മനാഭസ്വാമിയുടെ ആ ഒരു ഉത്സവത്തിന്റെ എഴുന്നള്ളിപ്പ്, ആ വിമാനത്താവളത്തിലൂടെയൊക്കെ ആ നടന്നുകൊണ്ടുള്ള ആ ഒരു എഴുന്നള്ളിപ്പ്, ആ രാജാവിന്റെ പ്രതിനിധികളെ വാളി പിടിച്ചുകൊണ്ടും ആ പത്മനാഭന്റെ ആ ഒരു എഴുന്നള്ളിപ്പ് അല്ലേ കാണുന്ന ആൾക്കാരല്ലേ, അത് കാണുമ്പോണ്ടാവുന്ന ഒരു ആനന്ദം, അത് ഇവിടെ ഇരുന്നു കൊണ്ട് ആലോചിച്ചാലും നമുക്ക് ആനന്ദം അനുഭവിക്കാൻ പറ്റും. പക്ഷെ വേറെ എന്തെങ്കിലും നമുക്ക് ആലോചിച്ചാൽ ആനന്ദം കിട്ടുമോ? ഒന്ന് അങ്ങാടിക്ക് പോവാണ്, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോവാണ്, അലമാറിന്ന് ഒരു പഴയ ഒരു സാരി നോക്കുമ്പോൾ ഉള്ളതിൽ വെച്ച് പുതിയൊരു സാരി എടുത്തിട്ട്, കോടിയൊന്നുമല്ല, ഉള്ളതിൽ വെച്ച് ഏറ്റവും അവസാനം വാങ്ങി സാരി എടുത്തിട്ട് കൊടുക്കാൻ നേരത്ത് അന്ന് കോടി സാരി കടയിൽ നിന്ന് വാങ്ങിയ ആ ഒരു രംഗം ഓർത്താൽ ആ സന്തോഷം കിട്ടുമോ? എന്ന് ടെക്സ്റ്റൈൽസിൽ നിന്ന് പുതിയ സാരി എടുക്കുമ്പോ എന്തായിരുന്നു സന്തോഷമല്ലേ, ഇത് സന്തോഷമായിരുന്നത്. ഞാൻ നോക്കിയപ്പോ തന്നെ കണ്ടിരുന്നു, അത് തന്നെ എടുത്തു തന്നു, നന്നായി. ആ ഒരു സന്തോഷം പിന്നെ അലമാരിയിൽ കൊണ്ടുവച്ച് 3-4 അലക്കലൊക്കെ കഴിഞ്ഞിട്ട് ആ സാരി എടുക്കുമ്പോട്ടോ എന്തേ, അതാ ഒരു നേരേ ഉള്ളൂ, കുറച്ച് നേരേ ഉള്ളൂ, കോടി കൊടുക്കണ സമയത്തേ ഉള്ളൂ. അലക്കി എടുക്കുമ്പോഴേക്കും അതിന്റെ ആ സന്തോഷമൊക്കെ കുറഞ്ഞു. രണ്ടാമത് എടുക്കുമ്പോഴേക്കും തന്നെ പറയും ഇത് അലക്കി ഇതാണ് ഇതൊക്കെ കൊടുത്തിട്ട് ഇപ്പൊ കല്യാണത്തിന് പോകാന്ന് പറഞ്ഞാൽ സന്തോഷം കുറഞ്ഞൂല്ലേ. എന്നാൽ ഭഗവാനെ ആരാധിച്ച കാര്യം, ഭഗവാനെ ആരാധിക്കുന്നത് ഓർത്താൽ, ഇവിടെ പൂജയൊക്കെ നടക്കുമ്പോ ആ പൂജയുടെ അടുത്ത് ആ പൂജ സമർപ്പിക്കുന്നവരെങ്ങനെ ഇരിക്കണു, അവര് ഇരുന്നിട്ട് ആ പൂജ പൂർണ്ണമായിട്ട് അങ്ങനെ വീക്ഷിക്കുമ്പോ ഈ ഒരു സന്തോഷം അവർക്ക് 5-6 മാസം കഴിഞ്ഞിട്ടായാലും അവരുടെ വീട്ടിലിരുന്നു കൊണ്ട് ഈ ഒരു പൂജയ്ക്ക് ഇരുന്ന രംഗം ആലോചിച്ചാൽ മതി അവർക്ക് സമാധാനമാവാൻ. ഇന്നിവിടെ ഇരുന്ന് ആ ഭഗവാന്റെ മുമ്പില് ആ പൂജ ചെയ്യുന്ന സമയത്ത് അവിടെ ഇരുന്ന് ആ പൂജ ശ്രദ്ധിച്ചുകൊണ്ട് തൊഴുതിരിക്കുന്ന സമയത്തുള്ള തൃപ്തി 6 മാസം കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിൽ ഓർത്താലും ആ തൃപ്തി കിട്ടും. കാരണം എന്താ, ഈശ്വരാരാധന മാത്രമേ നമുക്ക് തൃപ്തി തരണതുള്ളൂ, എന്നും സുഖം തരണതുള്ളൂ. അത് ഇന്നിപ്പോ 2 മണിക്കൂർ ഇരുന്ന് പൂജ ചെയ്തു, അതിന്റെ പുണ്യം ഒന്ന് വൈകുന്നേരം വരെ ഉള്ളൂ അങ്ങനെ പറയോ? ഇല്ല, കാലങ്ങളോളം നിലനിൽക്കും അതിന്റെ പുണ്യം. ഈശ്വരാരാധനയുടെ പുണ്യം മാത്രമാണ് കാലങ്ങളോളം നിലനിൽക്കുന്നതായിട്ടുള്ള സുഖം. അതുകൊണ്ട് അമ്മേ, ഏതെങ്കിലും രീതിയിൽ ഈശ്വരനെ ആരാധിച്ചുകൊണ്ട് കഴിയുകയാണ് വേണ്ടത്. ഏത് മാർഗമായാലും വേണ്ടില്ല, പലർക്കും അറിയണമെന്നിട്ടല്ലോ പരജാതി പറയുന്നു ശാസ്ത്രങ്ങൾ. പല ആളുകൾക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈശ്വരാരാധനയ്ക്ക് പല പല മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അതിൽ ഏത് മാർഗം സ്വീകരിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഏതെങ്കിലും മാർഗത്തിൽ ഈശ്വരനെ ആരാധിക്കണം. ആ കപിലവാസുദേവൻ അമ്മയ്ക്ക് വേണ്ടതൊക്കെ മനസ്സിലായില്ലേ ചോദിച്ചു. മനസ്സിലായി എന്ന് പറഞ്ഞു. അമ്മയെ നമസ്കരിച്ച് കപിലവാസുദേവൻ തപസ്സിനായിട്ട് പോയി എന്ന് പറഞ്ഞു. ആ ദേവഭൂതി അവിടെ ഭഗവാൻ ഉപദേശിച്ചു തന്ന ഉപദേശങ്ങളെ സ്വീകരിച്ചും കൊണ്ട് ആ ഭഗവാന്റെ പാദത്തിൽ എത്തിച്ചേർന്നു എന്നും പറഞ്ഞു. പിന്നെയാണ് സ്വയംഭവ മനുവിന്റെ 3ാമത്തെ പെൺകുട്ടി. ആദ്യ പെൺകുട്ടിയായിട്ടുള്ള ആകൂതിയുടെ കഥ പറയുമ്പോഴാണ് ആകൂതിയെ രുചി എന്ന പ്രജാപതി വിവാഹം കഴിച്ചതും ഭഗവാൻ യജ്ഞ എന്നുള്ള പേരിലും മഹാലക്ഷ്മി ദക്ഷിണ എന്നുള്ള പേരിലും അവതരിച്ചത്. 2ാമത്തെ മകളായിട്ടുള്ള ദേവഹൂതിയുടെ കഥ പറയുമ്പോഴാണ് ദേവഹൂതിയെ കർദമ പ്രജാപതി വിവാഹം കഴിച്ചതും അവരുടെ ആ ദാമ്പത്യ ജീവിതവും കപിലാവതാരവും കപിലോപദേശവും പറഞ്ഞത്. 3ാമത്തെ പെൺകുട്ടിയാണ് പ്രസൂതി. പ്രസൂതിയെ വിവാഹം കഴിച്ചത് ദക്ഷനാണ്. ആ ദക്ഷൻ പ്രസൂതിയെ വിവാഹം കഴിച്ച് ദക്ഷന് 16 പെൺകുട്ടികളാണ് ഉണ്ടായത്. ശ്രദ്ധ, മൈത്രി, ദയ, ശാന്തി, തുഷ്ടി, പുഷ്ടി, ക്രിയ, ഉന്നതി, ബുദ്ധി, മേധ, തിദിക്ഷ, ഹ്രി, മൂർത്തി, സ്വാഹ, സ്വധ, സതി. ഇങ്ങനെ 16 പെൺകുട്ടികളാണ് ഉണ്ടായത്. അതിൽ 13 പേരെ ധർമ്മദേവൻ വിവാഹം കഴിച്ചു. ശ്രദ്ധ, മൈത്രി, ദയ, ശാന്തി, തുഷ്ടി, പുഷ്ടി, ക്രിയ, ഉന്നതി, ബുദ്ധി, മേധ, തിദിക്ഷ, ഹ്രി, മൂർത്തി തുടങ്ങിയ 13 പെൺകുട്ടികളെ ധർമ്മദേവൻ വിവാഹം കഴിച്ചു. അതിൽ ധർമ്മദേവന്റെ 13ാമത്തെ ഭാര്യയാണ് മൂർത്തി. ഈ മൂർത്തിയില്
ഭഗവാൻ നരനാരായണനായിട്ട് അവതരിച്ചു എന്ന് പറയാ. നരനായിട്ടും നാരായണനായിട്ടും അവതരിച്ചു. ഭാരതത്തിന്റെ പരദേവതയായിട്ട് ബദരീനാഥത്തിൽ ഇരിക്കുകയാണ് ആ നരനാരായണമൂർത്തി. സഹസ്രകവചൻ എന്ന ആ ഒരു അസുരനെ നിഗ്രഹിച്ച് അവിടെ ഇരിക്കുകയാണ്. ഭാരതത്തിന്റെ പരദേവതയാണ്. സഹസ്രകവചൻ എന്ന അസുരൻ 1000 കവചങ്ങള് നേടിയെടുത്തു. 1000 കൊല്ലം തപസ്സും 1000 കൊല്ലം യുദ്ധവും ചെയ്താലേ ഒരു കവചം മുറിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വരം നേടിയത്. അപ്പോ അങ്ങനെ 1000 കൊല്ലം തപസ്സും 1000 കൊല്ലം യുദ്ധവും ചെയ്താൽ ഒരു കവചം മുറിക്കും. അങ്ങനെയുള്ള 1000 കവചങ്ങൾ അവനുണ്ട്. അപ്പോ ഒരു രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ അവനെ കൊല്ലാൻ കാലങ്ങളെടുക്കും എന്ന് മനസ്സിലാക്കിയാണ് ഭഗവാൻ നരനായിട്ടും നാരായണനായിട്ടും അവതരിച്ചത്. നരൻ 1000 കൊല്ലം തപസ് ചെയ്യുമ്പോൾ നാരായണൻ യുദ്ധം ചെയ്യും. നാരായണമൂർത്തി 1000 കൊല്ലം തപസ് ചെയ്യുമ്പോൾ നരൻ യുദ്ധം ചെയ്യും. ഇങ്ങനെ രണ്ടുപേരും മാറി മാറി തപസ് യുദ്ധവും ചെയ്ത് ഓരോ കവചങ്ങളായിട്ട് മുറിച്ച് 999 കവചങ്ങള് മുറിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബ്രഹ്മാവിന്റെ അന്നത്തെ പകല് കഴിഞ്ഞു. ബാക്കി ഒരു കവചം ബാക്കി വന്നു. ആ കവചം എന്ത് ചെയ്തു? ആ കവചത്തെ മുറിക്കണമെങ്കിൽ വീണ്ടും ഇനി 1000 കൊല്ലം തപസ്സും 1000 കൊല്ലം യുദ്ധം ചെയ്യണം. അപ്പൊ ആ ഒരു കവചം ബാക്കി വന്നപ്പോ ആ ഒരു കവചം സൂര്യനിൽ പോയിട്ട് ലയിച്ചു. കവചം സൂര്യനെ പോയിട്ട് ലയിച്ചു. പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം 5000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ആ കവചം തിരിച്ചു ഭൂമിയിലേക്ക് വന്നത്. എപ്പോഴാ? സൂര്യനിൽ നിന്നും കുന്തി ദേവിയിലൂടെ കർണനായിട്ടാണ് അത്രേ ആ കവചം ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് കർണന് ജനിക്കുമ്പോ തന്നെ കവചകുണ്ടലങ്ങളോടുകൂടി ജനിക്കാൻ സാധിച്ചത്. ആ കവചം ഭേദിക്കണം എന്നുണ്ടെങ്കിൽ 1000 കൊല്ലം തപസ്സും 1000 കൊല്ലം യുദ്ധവും ചെയ്യണം. അങ്ങനെ 2000 കൊല്ലത്തിന്റെ അധ്വാനം വേണം. ഈ 2000 കൊല്ലം അധ്വാനിക്കാനായിട്ട് സമയമില്ല ദ്വാപരയുഗത്തില്. അതുകൊണ്ട് നരനും നാരായണനും അർജുനനും കൃഷ്ണനുമായിട്ട് അവതരിച്ചു. എന്നിട്ടോ 1000 കൊല്ലം യുദ്ധം തപസ്സും ചെയ്താലേ കവചം ഭേദിക്കാൻ പറ്റുള്ളൂ. കവചം ഭേദിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ദേവേന്ദ്രൻ പോയിട്ട് ആ കവചം ദാനമായിട്ട് വാങ്ങി. കർണന്റെ ദാനം എന്നുള്ള ഒരു ശീലം ഉപയോഗിച്ച് ആ കവചകുണ്ടലങ്ങളെ ദാനമായിട്ട് ഇന്ദ്രൻ വാങ്ങിക്കൊണ്ടുപോയിട്ട് നാരായണൻ എന്ന ശ്രീകൃഷ്ണന്റെ സഹായത്തോടുകൂടി നരൻ എന്ന അർജുനൻ ആ കർണനെ നിഗ്രഹിച്ചു എന്ന് പറയുക. കർണന്റെ പൂർവജന്മം ആ സഹസ്രകവചന്റെ ആ ഒരു അംശമാണ്. അങ്ങനെ നരനാരായണന്മാരുടെ കഥ. അതിനുശേഷമാണ് 16 പെൺകുട്ടികളെയല്ലേ ധർമ്മദേവൻ വിവാഹം കഴിച്ചത്. ബാക്കിന്റെ 3 കുട്ടികള് സ്വാഹ എന്ന പെൺകുട്ടിയെ അഗ്നി വിവാഹം ചെയ്തു. ഈ ഹോമം ചെയ്യുമ്പോ ശ്രദ്ധിച്ചാൽ അറിയാം, ആ അഗ്നിയില് ഓരോ തവണ ഹോമിക്കുമ്പോഴും സ്വാഹ എന്ന് പറഞ്ഞിട്ടാണ് ഹോമിക്കുക. ഈ സ്വാഹ എന്ന് പറഞ്ഞാൽ ആരാ? അഗ്നിദേവന്റെ ഭാര്യയാണ് അത്ര സ്വാഹ. ഭാര്യയുടെ കയ്യിലാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത് അല്ലെ. ഓരോരോ മന്ത്രം ചെല്ലുമ്പോഴും ഹോമിക്കുന്ന സമയത്ത് സ്വാഹ എന്നാണ് പറയുക. അഗ്നിദേവൻ വിവാഹം കഴിച്ചത് സ്വാഹയെ. പിതൃക്കള് വിവാഹം കഴിച്ചു സ്വധയെ. 16ാമത്തെ മകളാണ് സതി. ആ സതിയെ വിവാഹം കഴിച്ചത് ശ്രീപരമേശ്വരനാണ് എന്ന് പറഞ്ഞു. ആ ശ്രീപരമേശ്വരന് സതീദേവിയില് കുട്ടികളൊന്നും ഉണ്ടായില്ല. അതിനു മുമ്പ് ദക്ഷയാഗത്തിൽ വെച്ചിട്ട് സതീദേവി ദേഹോപേക്ഷിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് ദക്ഷയാഗം കഥ ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. ശ്രീപരമേശ്വരന്റെ 16ാമത്തെ മകളെ ദക്ഷന്റെ 16ാമത്തെ മകളെ വിവാഹം കഴിച്ച ശ്രീപരമേശ്വരന് എങ്ങനെ ഈ ദക്ഷനോട് വിരോധം ഉണ്ടായി എന്ന് ചോദിക്കുമ്പോ ആണ് ദക്ഷയാഗം കഥ. അത് നമുക്ക് 5 പ്രഭാഷണത്തില് ദക്ഷയാഗം കഥ മുതൽ കേൾക്കാം. ദക്ഷയാഗം, ധ്രുവചരിത്രം, പൃഥുചരിത്രം ഈ 3 കഥകളും പാരായണം കഴിഞ്ഞു. ഇനി പുരഞ്ജനോപാഖ്യാന കഥയാണ് വായിക്കാനുള്ളത്.